ഇപ്പോൾ ബൈജൂസൊക്കെ വന്നപ്പോൾ ഈ എഡ്യൂക്കേഷൻ ബ്രാൻഡുകളുടെയൊക്കെ പൊതുവെയുള്ളൊരു ധാരണ കമ്പനി ലാഭത്തിലായില്ലെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ച് റൺ ചെയ്യുക എന്നുള്ളതാണ്. അന്ന് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒപ്പം നിന്ന ആളായിരിക്കും. നാളെ എന്താ സംഭവിക്കുന്നത്? ഈ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞാൽ നാളെ നെക്സ്റ്റ് ഡേ സംഭവിക്കുന്നത് ശത്രുതയാണ്. ഇവരെന്നാ പോയേക്കാന്നിരുന്ന് പുറത്തിറങ്ങും. ഹൈവിച്ചേട്ടൻ വിളിച്ചിട്ട് എവിടെ പോവാ ചായ കുടിക്കാന്ന് പറയുന്നു. ചായ കുടിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മളെ അല്ല, ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ളൊരു എം പി ആട്ടോ അല്ലേ. ഇപ്പോൾ വിജയ് ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നും പറഞ്ഞിട്ട് വന്നത്. ഇപ്പോൾ ആ സിനിമയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണം. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അവർ തോക്കാൻ വേണ്ടി ചെയ്യണമൊന്നുമല്ല, നമ്മളും തോക്കാൻ വേണ്ടി ചെയ്യണമൊന്നുമില്ല. ഇത് ജനങ്ങൾ സ്വീകരിക്കണം. ആൾക്കാർ പറയും നമ്മൾ അവരെ തഴഞ്ഞു എന്നൊക്കെ പറയും. ശരിക്കും തഴയണമൊന്നുമല്ല, നമ്മൾ പരമാവധി പണിയെടുക്കേണ്ട കയറാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഭയങ്കര ആഗ്രഹം, ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടിയെടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിനെസ് വരും. കാരണം എവിടെയെങ്കിലും ഇരുന്ന് മമ്മി ഇത് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യില്ല. എൻ്റെ മോളാണെന്ന് പറഞ്ഞ് ഭയങ്കര അഭിമാനത്തോടെ ചേർത്ത് നിർത്തും. അപ്പോൾ അത് മമ്മി ഇപ്പോഴും സ്റ്റിൽ എവിടെയോ നിന്ന് അത് കാണുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് ആ ഒരു ശക്തി നമ്മൾ ഭയങ്കരമായിട്ട് മുന്നോട്ട് നടത്തും. പക്ഷെ നമുക്ക് ആ ഒരു സന്തോഷം ജെന്യൂനായിട്ട് കിട്ടത്തുമില്ല. ആ ഒരു സംഭവം ഉണ്ട്. ഈ BMW എടുത്തതിന്റെ പിന്നിലൊക്കെ അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ട്. അല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ കുറേ ഉയർച്ചകളും കുറേ താഴ്ചകളും വരും. അത് കഴിഞ്ഞിട്ട് സ്റ്റേബിളായിട്ട് പോകുന്നവരും ഉണ്ട്, താഴ്ന്നു പോയവരും ഉണ്ടിട്ടില്ല. അതൊന്നും പറയുന്നില്ല. വലിയ വലിയ ഗ്രൂപ്പുകൾ താഴെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെയൊക്കെ പ്രതീക്ഷ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അല്ലേ. കയറി പോരെ ഇവിടെ വരെ എത്തിയില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഇതുപോലെ ഡിഫൻഡർ എടുത്തപ്പോൾ ഞങ്ങളെ നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡിഫൻഡറൊക്കെ മേടിക്കാമല്ലോ. കൂട്ടുകാരനെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഡിഫൻഡർ എടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ രംഗു പറഞ്ഞു, 30 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര സങ്കടത്തോടെയാണോ അഭിമാനത്തോടെയാണോ അത് ഇപ്പോഴും വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു മൊമെന്റാ. ആ സമയം നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. പുള്ളി 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനില്ല. അപ്പൊ 30 രൂപയ്ക്ക് 50 രൂപ കുറച്ച് അല്ലേ പെട്രോൾ തരില്ല. 30 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം കടയിൽ പെട്രോൾ ഒഴിക്കുന്ന ആൾ പറഞ്ഞു, ചേട്ടാ മിനിമം 50 രൂപയ്ക്ക് പെട്രോൾ ഇവിടുന്ന് അടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം കൈയും കാലും പിടിച്ച് 30 രൂപയ്ക്ക് പെട്രോൾ അടിച്ചൊരു കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം ഡിഫൻഡർ ഓടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം അദ്ദേഹത്തിനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പം നമ്മൾ എന്നാ ചിന്തിക്കുന്നത്? അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളും ഡിസ്കസ് ചെയ്തു, നമുക്ക് കൊടുക്കണം കേട്ടോ ഒരെണ്ണം. അദ്ദേഹത്തിന് പറ്റിയെങ്കിൽ നമുക്കും പറ്റുമെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അല്ല, ചെറിയ ചെറിയ എന്തോരം ആൾക്കാരാണ് കയറി വരുന്നത്. ഒരുപാട് പേര് കയറി വരുന്നത് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. കുറേ വലിയ ആൾക്കാർ ഒരു ഘട്ടം കഴിയുമ്പോൾ താഴെ പോണതും നമ്മൾ കാണുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ആയി എന്ന് തോന്നലില്ലാതെ ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഒരു കർമ്മം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ രക്ഷപ്പെടും അല്ലേ. ഇതന്നെ ഞാൻ ചോദിക്കായിരുന്നു, വേർ ഡു എൻട്രപ്രനേഴ്സ് ഗോ റോങ്? ഈ എൻട്രപ്രനേഴ്സ് കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്താണ്? പലപ്പോഴും പറ്റുന്നൊരു സാധനം എന്ന് വെച്ചാൽ, ഒരു ഘട്ടം കഴിഞ്ഞ് വളർന്നു കഴിയുമ്പോൾ ഇവർ മാനേജേഴ്സിനെയോ അല്ലെങ്കിൽ കൂടെ പറയുന്ന ആൾക്കാരുടെയോ ഒരു ഉപദേശക വൃന്ദം ചുറ്റിലും വരും. അതുവരെ ഇവർക്കില്ലാതിരുന്നൊരു സാധനമായിരിക്കും. പലപ്പോഴും ഇവരെ പൊക്കി പറയുന്നവരോ അല്ലെങ്കിൽ ഉയർത്തി പറയുന്നതോ ആൾക്കാർ കുറേ പേര് ചുറ്റും കൂടിയിട്ട് ഇവർ പറയും, സാറ് സൂപ്പറാണ്, സാറ് സെറ്റാണ്, സാർ അങ്ങനെ ചെയ്യും, സാർ ഇങ്ങനെ ചെയ്യും. അതുവരെ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാർ അതോടെ മണ്ടനാകും. സാർ എന്ത് ചെയ്യും? ഇവർ പറയുന്നതിൻ്റെ പിന്നാലെ പോകും. ചിലർ നല്ലതായിരിക്കും, ചിലപ്പോൾ ചില ആൾക്കാർ മോശമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് താഴെ പോകും. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ പുറമേ നിന്നൊരാളുടെ സഹായം ചെയ്യും. ഒരു ബ്രാൻഡായിരുന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹത്തെ ഞാൻ കാണാൻ പോകുന്നത് 2017. അപ്പോൾ ഞാനത് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സാധനം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ആൾക്ക് ഒരു ആൾ വന്നിട്ട് ആൾ പറഞ്ഞു ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ രാത്രി ഓക്സിജൻ വെച്ച് കിടക്കുക. അന്നിവിടെ ഓക്സിജൻ അത്ര ദൗർലഭ്യമൊന്നും ആയിട്ടില്ല, പക്ഷേ ഓക്സിജൻ ലെവൽ ചെയ്യുക. പിന്നെ അതുപോലെ ഒരു മസാജിങ് ചെയർ, ഇപ്പോൾ നമ്മളെ മാളുകളിലൊക്കെ കാണുന്ന മസാജിങ് ചെയർ, ഇത് രണ്ടും വരുന്ന ഉൽപ്പന്നം. അപ്പോൾ ആൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് വെച്ചാൽ തെങ്ങ് കയറാനൊക്കെ ആൾക്കാരെ വിടുക എന്നുള്ളതാണ്. തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ബംഗാളികളെ വിടും. തെങ്ങ് കയറിയിട്ടൊരു കാശ് വാങ്ങും. ഒരു നീടുള്ളൊരു സാധനത്തിനുള്ള ആളെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി, ഇത് എൻ്റെ ഒരു സംഭവം, ഒരു നല്ല ബിസിനസ്സും കൂടെ ഞാൻ ചെയ്തേക്കാം. അരിപ്രാഞ്ചി സ്വർണ്ണക്കട ഇടുന്നത് പോലത്തെ ഒരു സാഹചര്യമായിരിക്കാം മേ ബി. പുള്ളി അങ്ങനെ ഒരു സാധനം പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് പുള്ളി ഇങ്ങനെ വിൽക്കാൻ നോക്കിയിട്ട് വിൽക്കുന്നില്ല. അപ്പോൾ പുറമേ നിന്നൊരു ഏജൻസി വന്നിട്ട് പറഞ്ഞു, ആദ്യം ഒരു കാര്യം ചെയ്യണം, നല്ല സ്റ്റാഫ് വരണമെങ്കിൽ നമ്മൾ വലിയൊരു ബിൽഡിംഗ് എടുക്കണം. പുള്ളിയുടെ 4 നില കെട്ടിടം ഒരു 10-55 ലക്ഷം രൂപ കൊടുത്ത് നന്നായി ഫർണിഷ് ചെയ്തു. എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, സൗത്ത് സോൺ മാർക്കറ്റിംഗ് മാനേജർ, നോർത്ത് സോൺ മാനേജർ, സെൻട്രൽ സോൺ മാനേജർ, അങ്ങനെ ഒരു 10-30 സ്റ്റാഫിനെ വെപ്പിച്ചു. അങ്ങനെ പുള്ളിക്ക് ഇപ്പുറത്തുനിന്നൊരു വരുമാനമുള്ളത് ഇങ്ങനെ ചെയ്തു പോവാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനം പൂട്ടേണ്ടി വന്നു. കാരണം ഇത്രയും എമൗണ്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവില്ല. പുള്ളി ആ ഉപദേശകൻ എന്താണോ പറയുന്നത് അത് അപ്പാടെ വിശ്വസിച്ച് ചെയ്തു. ഒരു പക്ഷേ അയാൾക്കിത് അങ്ങനെ ഒരു ഉപദേശകന് ഒരു സംരംഭത്തെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും.
പൂർണ്ണമായിട്ടും നമുക്ക് കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിന് ചൂസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ തീരുമാനമാണ്. ഒരു മാന്ത്രിക വടി ഉപയോഗിച്ചിട്ട് ഒരു സംരംഭത്തെ നേരെയാക്കാൻ ഒരാൾക്കും പുറമേ നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനും പറ്റില്ല, നമുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ സംരംഭത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവരൊന്നും മോശമാണെന്നല്ല, ഇവർ പറയുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മളെടുത്തിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എല്ലാ സാധനങ്ങളും അപ്പാടെ ചെയ്താൽ ചിലപ്പോൾ ജയിക്കണമെന്നില്ല. അത് ഇവർ ഒരു ഉപദേശകർ പറയുന്നത് അങ്ങനെ കേൾക്കുക, അതേ വഴിക്ക് തന്നെ പോവുക, എന്നിട്ട് ജയിക്കുക എന്നുള്ള തീരുമാനമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ആരും രക്ഷപ്പെടില്ല. അങ്ങനെയാണ് റോങ് ചൂസാണ്. കാരണം അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ ഒരു സംരംഭകനായിട്ട് ഒരു 100 കോടിയോ 1000 കോടിയൊക്കെ ആക്കായിരുന്നല്ലോ. അങ്ങനെ ആരും ആക്കുന്നില്ലല്ലോ. എല്ലാവരും ചെയ്യുന്നത് എന്താ, അവർക്ക് കുറേ അറിവുകളുണ്ട്. ആ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക, നമ്മുടേതായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ എൻ്റെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡ്. അവർ ചെയ്യുന്ന സാധനങ്ങളെ ബീറ്റ് ചെയ്തൊരു സാധനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും മാർക്കറ്റിങ്ങിൽ. അനാവശ്യമായൊരു കോമ്പറ്റീഷൻ ഒരാവശ്യമില്ല, ഒരാവശ്യം ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാകുമായിരിക്കും, നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരിക്കും, നല്ല അതുപോലെ അവിടെ ഇത്ര രൂപയാണെങ്കിൽ അതിന്റെ താഴെ വില കുറച്ച് കൊടുക്കുക. അപ്പം ഇപ്പം എൻ്റെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡ് ഒരു ബ്രാൻഡ് അംബാസഡർ എടുത്തു. അപ്പം നാളെ തന്നെ ചിന്തിക്കുകയാണോ, അവൻ ബ്രാൻഡ് അംബാസഡർ എടുത്തു എന്നാൽ എനിക്കും പോയി പറഞ്ഞു കൊടുത്തേക്കാം. അപ്പോൾ ഒരു ബ്രാൻഡ് അംബാസഡറെ ചൂസ് ചെയ്യേണ്ട സ്റ്റേജിൽ ചിലപ്പോൾ ഇദ്ദേഹം എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഒരു ബ്രാൻഡ് അംബാസഡറുടെ കോസ്റ്റ്, അതിനു വേണ്ടി മുടക്കുന്ന ഷൂട്ട്, പിന്നെ ചില വ്യക്തികളുണ്ട് ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഇത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യണം. ഇത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ ഇത്ര രൂപ ചിലവാകുമെന്ന് അറിയാതെ ഈ ഷൂട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇത് ഹോർഡിങ്ങിൽ കൊടുക്കണം, ഒരു ഹോർഡിങ്ങിന് ഇത്ര രൂപ റെൻറ്റ് പോകുമെന്ന് അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയ ധാരണയില്ലാതെ മറ്റവനൊരു ബ്രാൻഡ് അംബാസഡർ എടുത്തു എന്നാൽ ഞാനും എടുത്തേക്കാം. അനാവശ്യമായ മത്സരം. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു കസ്റ്റമറെ കണ്ടെത്തുന്ന അപ്പുറത്ത് വിൽക്കുന്നവനും കൂടെ നമ്മുടെ കയ്യിലേക്ക് വരണമെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും കൂടെ സ്പേസ് ഉണ്ട്. എത്ര ഈ പറഞ്ഞ കുഴിയിലോട്ടും ചടിക്കുന്നത് ഈ പറഞ്ഞ ടീമും സ്റ്റാഫ് ആൾക്കാരൊക്കെ അവർ ഇത് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ മേ ബി ആയിരിക്കാം. പക്ഷെ അവിടെ എപ്പോഴും ഒരു സംരംഭകൻ തിരിച്ചറിയണം. കാരണം അവൻ്റെ അക്കൗണ്ട്സ് എന്താണെന്നും അവൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നും ഈ എംപ്ലോയിനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാരാണ്? ഈ ഓൺട്രപ്രണറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര രൂപ മുടക്കിയാൽ അതെൻ്റെ കമ്പനീനെ ഇന്ന രീതിയിൽ ബാധിക്കുമെന്ന് തിരിച്ചറിയേണ്ടത് അതുകൊണ്ടാണല്ലോ സംരംഭകനായത്. കാരണം നമ്മുടെ സ്റ്റാഫൊക്കെ സ്ഥിരം പറയായിരുന്നു കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ഫീൽഡിലാണല്ലോ ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത്. അവരെങ്ങനെ ഇതുവരെ നമുക്ക് ഇത് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാ അവരെ നോക്കുന്നത്, നമുക്ക് നമ്മുടെ കാര്യം നല്ലതായിട്ട് ചെയ്യാൻ നോക്കാം. അല്ല, ഇതിലൊരു അടുത്തൊരു അപകടകരമായ ഒരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുക, ഒരു നല്ല ഐഡിയ ഉണ്ടാക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുക എന്നുള്ള കുറേ പേര് നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബൈജൂസൊക്കെ വന്നപ്പോൾ ഈ എഡ്യൂക്കേഷൻ ബ്രാൻഡുകളുടെയൊക്കെ പൊതുവെയുള്ളൊരു ധാരണ കമ്പനി ലാഭത്തിലായില്ലെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ച് റൺ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മേടിക്കുന്ന പല കമ്പനികളും പൂട്ടിപ്പോകുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവൻ ആകെ 1 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ. അവൻ്റെ എക്സ്പെക്റ്റഡ് വാല്യുവേഷൻ 50 ലക്ഷം 1 കോടിയായിരിക്കും. അപ്പോൾ അവൻ 10x തരാം. അപ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് 10x. നമ്മുടെ മലയാളികളുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് 100 രൂപ കൊടുത്താൽ ഞാൻ 1000 രൂപ തരും. അപ്പം തന്നെ ഇൻവെസ്റ്റർ വരുന്നു, 1000 രൂപ കൊടുക്കുന്നു, 100 രൂപ കൊടുക്കുന്നു. എനിക്ക് 2 വർഷം കഴിയുമ്പോൾ ഇവൻ 1000 രൂപ തരും. ഇവൻ ഇതിന് മുമ്പ് 1000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവൻ്റെ പ്രൊജക്റ്റിന് 1000 രൂപ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇതൊക്കെ നമ്മൾ നോക്കണമല്ലോ. ഇതൊന്നും നോക്കുക. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, എപ്പോഴാണ് ഒരു ഓൺട്രപ്രണർ ഇൻവെസ്റ്റ്മെന്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കേണ്ടത്? വലിയൊരു ചോദ്യമാണ്. ഇതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഓൺട്രപ്രണേഴ്സ് മിക്കവർക്കും ഉള്ളൊരു. അല്ല, ഇപ്പം ഞങ്ങൾ ആക്ച്വലി MBA പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാം ഓരോ ആളുകളുടെ ജീവിതം കണ്ടിട്ട് അതിൽ നിന്ന് ഏൺ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യുന്നുള്ളൂ. അത് ശരിയാണെന്ന് ഉറപ്പില്ല, അത് ക്രോസ് ചെക്കും ചെയ്യണോട്ടോ. കാരണം നമ്മൾ കാണാത്ത ആൾക്കാർ അപ്പുറമുണ്ട്. നമുക്ക് എത്ര പേരെ കാണാൻ പറ്റും? 130 കോടി ജനങ്ങൾ ഇവിടെയുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരു ദിവസം 100 പേരെ വെച്ച് കണ്ടാൽ പോലും ജനങ്ങളെ മുഴുവൻ കണ്ടു തീരില്ല. അപ്പോൾ നമ്മൾ കണ്ട ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള അനുഭവമായിരിക്കും നമ്മൾ പറയുന്നത്. കാരണം നിങ്ങളുടെ കാര്യത്തിൽ വേറൊരു പ്രത്യേകത കൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സിനെയോ പാർട്ട്നേഴ്സിനെയോ എടുക്കില്ല. നിങ്ങൾ രണ്ടുപേരുടെ എൻ്റെ പറയുന്ന ഞങ്ങൾ തല്ലി തീർക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ തല്ലി തീർത്ത് അല്ലേ, ഭയങ്കര പാടാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിക്കുന്നത് പോലെ വലിയൊരു പരിപാടിയാണ്. ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 5 വർഷമായി. ഞാനൊരു പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞൊരാളാണ്. അല്ല, ഞാൻ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞൊരാളാണ്. സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര വേദന ഉണ്ടാക്കുന്ന, നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ ചിന്തിക്കും നമ്മളത് അഫക്റ്റ് ചെയ്യില്ല, അവൻ നമ്മളോട് ഭയങ്കര ശത്രുവാകും. നമ്മളതുവരെ തോളിട്ട് കൈയിട്ട് നടന്നുകൊണ്ടിരുന്ന വ്യക്തി നാളെ മുതൽ നമ്മുടെ ശത്രുവാണ്. ഒരു കാലഘട്ടം മുഴുവൻ പിന്നെ അയാൾ ശത്രുവാണ്. നമ്മൾ ചിലപ്പോൾ ഒരുമിച്ച് വളർന്നവരായിരിക്കും, ഭയങ്കര അടുത്ത സുഹൃത്തുക്കളായിരിക്കും, ക്രിക്കറ്റ് കളിച്ച് നടന്നവരായിരിക്കും, ഫുട്ബോൾ കളിച്ച് നടന്നവരായിരിക്കും. അവസാനം ഒരുമിച്ച് ഒരു തട്ടടിയായിരിക്കും തുടങ്ങിയത്. അന്ന് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒപ്പം നിന്ന ആളായിരിക്കും. നാളെ എന്താ സംഭവിക്കുന്നത്? ഈ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞാൽ നാളെ നെക്സ്റ്റ് ഡേ സംഭവിക്കുന്നത് ശത്രുതയാണ്.
എന്ത് സംഭവം, പിന്നെ മുഖത്ത് പോലും നോക്കാത്ത അവസ്ഥയിലോട്ട് പോകും. മുഖത്ത് നോക്കാത്ത സാഹചര്യത്തിലേക്ക് പോകും. ഭയങ്കര വേദന ഉണ്ടാകും, നമുക്ക് നോക്കണം എന്നുണ്ടാകും. പക്ഷെ നമ്മുടെ ഈഗോ എന്ത് പറ്റില്ല, അവൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല, എന്നെ പറ്റിച്ചല്ല, അവൻ നശിക്കട്ടെ, അവൻ തിരിച്ചു വരും, മറ്റവൻ പറയും ഇവൻ തിരിച്ചു വരും. ഇത് മാനസികമായിട്ട് എന്ത് ചെയ്യും, ഒരു സംഘർഷം ഉണ്ടാക്കും. അത് കാരണം പൊതുവേ അത്രയും നല്ല രീതിയിൽ ബ്ലെൻഡ് ആകാൻ സാധിക്കില്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ പോകാത്തതാണ് നല്ലത്. അതേസമയം ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് ഡയറക്ടറെ മാറ്റിയിട്ട് അത് റൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഷെയർ ആൾക്കുള്ളൂവെങ്കിൽ നമുക്ക് പിന്നെയും ഒരു സ്കോപ്പുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പൊതുവേ നമ്മൾ പറയുന്നത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തമ്മിൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ വെക്കുക. എങ്ങനെയാണ് ഒരു പാർട്ണർ ചൂസ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, പാർട്ട്നേഴ്സ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ഇപ്പോൾ നമ്മളൊരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കും. നല്ലൊരു ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ തന്നെ മതി. ഇപ്പം ഞാൻ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് പാർട്ട്നേഴ്സ് ബിസിനസ് പാർട്ട്നേഴ്സ് ആകുമ്പോൾ തല്ലിപ്പിരിയുന്ന ഒരുപാട് അവിടെ പ്രത്യേകത എന്നറിയും. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും സുതാര്യത ഉണ്ടാവില്ല, അതാണ് വിഷയം. അതെ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ വിരളമേ ഉള്ളൂ ഒരു ബോയും ഗേളും പാർട്ട്ണർഷിപ്പിൽ ഇത്ര സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നത്. ഇടിയൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാക്കാതെ, പ്രത്യക്ഷത്തിലുണ്ടാക്കാതെ, അത് ആ ടൈം ആയിരിക്കും കറക്റ്റ്, പ്രത്യക്ഷത്തിലുണ്ടാക്കാതെ ഇതെങ്ങാനും ഞങ്ങളുടെ ഓഫീസിലെ പിള്ളേരേക്കണോ ചേട്ടന് ചേച്ചി വഴക്കുണ്ടാക്കുന്നില്ലാന്നോ, ഈ ചിലരെങ്ങനെ ചിന്തിക്കും നമ്മുടെ സംരംഭം നിർത്തുവാണോ, മുന്നേ ഒരു അടിക്കഥ പറഞ്ഞു. അതെ, സംരംഭത്തെ നിർത്തുവാണോ എന്നൊക്കെ ചിന്തിക്കുന്നത്. നമ്മുടെ അവസാനത്തെ 5 മിനിറ്റ്സ് നിങ്ങളുടെ മെയിൻ അടിക്കഥകൾ പറഞ്ഞു. അയ്യോ തീരെയല്ല, 5 മിനിറ്റ്സ് തീരെയല്ല. അപ്പോൾ അതിന് സെപ്പറേറ്റ് അവിടെ ഒരു പ്രത്യേകത എന്നാണ്, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒറ്റ കാര്യം അതിൽ പറഞ്ഞാൽ ഒരു എക്സിറ്റ് പോളിസി വേണം. നാളെ ഞാനും അന്നയും തമ്മിൽ വലിയൊരു വഴക്കുണ്ട്, അന്നേനെ എനിക്കൊരു തരത്തിലും പറ്റുന്നില്ല, അന്നയ്ക്ക് എന്നെ ഒരു തരത്തിലും പറ്റുന്നില്ല, അപ്പോൾ തിരിച്ച് പിരിഞ്ഞു പോകാനുള്ള ഒരു എക്സിറ്റ് പ്ലാൻ, സ്പേസ് അവിടെ ഉണ്ടാവണം, ഒരു സ്പേസ് ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാം, നമുക്ക് ബിസിനസ് സെപ്പറേറ്റ് ചെയ്യാം എന്ന് പറയാനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ടാവും, സന്തോഷത്തോടു കൂടി. ഇത് ആദ്യമേ പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പക്ഷേ അവിടെ മനസ്സിലാക്കിയിരിക്കുന്നുള്ളൂ, ഇപ്പം ഞാനൊരു പെൺകുട്ടിയാണ്, നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സും ഭയങ്കര ഹോർമോണൽ ചേഞ്ചസും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമുണ്ട്. അപ്പോൾ രംഗു എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് ഞാനൊരു പെൺകുട്ടിയാണെന്ന് കൂടി മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ, വലിയ സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. നേരെ തിരിച്ച് ഈ നമ്മുടെ സൊസൈറ്റിയിൽ ആൺകുട്ടികൾക്ക് എപ്പോഴും ഒരു ഡോമിനേഷൻ കൊടുത്തിട്ടാണ്, അവർക്കൊരു ഈഗോ കുഞ്ഞിലേ മുതലുണ്ട്, ഞാനൊരു ബോയ് ആണെന്നുള്ളൊരു ഈഗോ. അപ്പം ഞാൻ തിരിച്ച് ചിന്തിക്കുന്നത് എൻ്റെ പാർട്ട്ണർ ഒരു ബോയിയാണ്, അവൻ ഇത്തരത്തിലുള്ള ഈഗോസ് ഉള്ളിലെ കുഞ്ഞിലേ മുതലുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്പേസ് വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത്. പിരിയുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ അടിയിട്ട് തീർച്ചയായിട്ടും പിരിയുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടോ? അതെങ്ങനെ ഡീൽ ചെയ്യുന്നത്? അത് വീട്ടിൽ വിളിച്ചിട്ട് ഇവിടെ പറയും ഇവരായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ അവൾ എന്നോട് പറയും നീ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇവരെന്റെ വീട്ടിൽ വിളിച്ചിട്ട് പറയും തന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഞാൻ വേറൊന്നും പറയത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാലോ, കൊറേ അവര് ചെവി കൊള്ളത്തില്ല. പിന്നെ എല്ലാം ഒരു സോറിയെ തീരുന്നേ. നമ്മുടെ ജീവിതത്തില് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മൾ കുറെ കഴിയുമ്പോൾ ദേഷ്യം അങ്ങ് മാറും. ദേഷ്യം മാറുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങ്, കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പേഴ്സണലും പ്രൊഫഷണലോടെ മാറ്റി, ഇപ്പൊ ഞാനും ആകാശം ഒഴിക്കുമ്പോഴത്തേക്ക് ചില സമയത്ത് പ്രൊഫഷണൽ ആയിരിക്കും, ഞാൻ മറ്റേ ബിസിനസ് പ്രൊഫഷണൽ ആണല്ലോ, ഇടയ്ക്ക് ചൂടാവും, ഇത് വിഷമാവും. ഞാൻ എന്തോ കാര്യം പറഞ്ഞ് ചൂടായപ്പോഴത്തേക്ക് ഒരു കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ എന്തോ ഇപ്പം ഇല്ല, ഞാൻ ഇഷ്ടം പോലെ ഞാൻ ഭയങ്കര ഒരു ഇമോഷണൽ ജീവിയാണ്. അപ്പൊ ഞാൻ എന്നാ പറഞ്ഞാലും കരയും, തൊട്ടാ മതി ഞാൻ കരയും. വളരെ ഇന്റിമേറ്റ് അല്ല ആളുകളുടെ അടുത്ത് മാത്രം, അല്ലാത്തവൻ എന്തോ ആ പോടോന്ന് പറഞ്ഞ് തിരിച്ചു കഥയൊക്കെ പറഞ്ഞ കണ്ണ് നിറഞ്ഞ് ഞാനൊക്കെ കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കണ്ടേ. എന്നിട്ട് കണ്ണൊക്കെ ഫുൾ ആക്ടിങ് അനബന്ധം കരഞ്ഞു കാണിച്ചു. അപ്പൊ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടിയായിരിക്കും. പക്ഷെ ഞാനും ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു വഴക്കുണ്ടായ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ ആ വഴക്കം കൊണ്ട് പോകരുത്. കാരണം നമ്മൾ ഈ വഴക്കം കൊണ്ട് വീട്ടിൽ പോയാൽ എന്നിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റില്ല. ശരി, എന്നാലും അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തല്ലോ. അതൊരു പാർട്ട്ണർഷിപ്പിലൊന്നുമില്ല, ഏതൊരു ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ആണെങ്കിലും എന്തിലാണെങ്കിലും ആ ഒരു സാധനം. ഇപ്പം രംഗോനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോറി കേൾക്കാനാണ്. എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ മടിയും സോറി പറയാനാണ്. അത് ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്താകും, എന്നേലായിട്ടൊരു സോറി പറഞ്ഞേക്കാം. ആ ഒരു സോറിയെ തീരും ചിലപ്പോൾ എല്ലാം. അതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയതും അവരുടെ നെഗറ്റീവ്സ് പറഞ്ഞതും 5 വർഷം മുന്നേ ഉണ്ടായ കഥ മുതൽ ഇന്ന് വരെയുള്ള കഥ പറഞ്ഞതും അതുവരെ ചെയ്തതും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു മൊമെൻറ്റിനെ ഹെക്റ്റിക് ആക്കിയതെല്ലാം
വൈകുന്നേരം പറയുന്ന ആ ഒരു സോറിയിൽ ചിലപ്പോൾ തീരും. പിന്നെ ഈ പറയുന്ന ഒന്നും ഉണ്ടാവില്ല, നമ്മൾ പറഞ്ഞൊക്കെ മായ്ക്കും, എല്ലാം നമ്മൾ മറന്നു പോകും. കാരണം ലൈഫിൽ ഈ സോറി എന്ന് പറഞ്ഞ വാക്കിന് വലിയ വാല്യൂ ഉണ്ട്. അപ്പം ജംഗുവിനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടം സോറി കേൾക്കാനും എന്നെ സംബന്ധിച്ച് ഏറ്റവും ഈ സ്നേഹത്തിന്റെ മുകളിൽ ഒരു സെക്കൻഡ് മുകളിൽ നിൽക്കുന്ന സാധനം ഈഗോ ആണല്ലോ. അപ്പോഴാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മൾ തീരുമാനം ഇടി ഉണ്ടാവുന്നത്, അടി അല്ലേ ഇത് സ്വാഭാവികമായിട്ട് പറ്റുന്നൊരു വിഷയം എന്ന് അറിയാമോ എല്ലാവർക്കും തമ്മിൽ. നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ എൻ്റെയും ഏറ്റവും വലിയ വിചാരം അല്ലെങ്കിൽ അന്നയുടെയും നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട്, ഞാൻ ശരിയാണ്, മറ്റേ ആളാണ് തെറ്റ്. അപ്പോൾ തെറ്റുള്ള ആൾ എന്ത് ചെയ്യണം? ഇവള് പറയും ഞാൻ സോറി പറഞ്ഞ് കേൾക്കാനാണെന്ന് തോന്നുന്നെങ്കിലും എൻ്റെ ദേഷ്യം, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ പെട്ടെന്ന് ശാന്തനാവുകയും ചെയ്യുന്ന ഒരാളാണ്. അന്ന ദേഷ്യം പെട്ടെന്ന് വരികയും ചെയ്യും, വളരെ പതുക്കെ ശാന്തയാകുകയും ചെയ്യുന്ന ഒരു സ്വഭാവം. അപ്പം നമ്മൾ ഈ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ടോട്ടൽ ചിന്ത എന്താ? ഞാൻ ഭയങ്കര ശരിയാണ്. ശരിക്കും നമ്മൾ ശരിയൊന്നും ആയിരിക്കില്ല, ഞാനും ശരിയൊന്നും ആയിരിക്കില്ല, പക്ഷേ എൻ്റെ തലച്ചോറ് പറയുന്നത് ഞാൻ ശരിയാണെന്നുള്ളത്. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഒരു കാര്യമില്ലായിരുന്നു പുല്ല്, വെറുതെ നമ്മുടെ എനർജി വേസ്റ്റായി. എന്നാൽ പിന്നെ വിളിച്ച് ഒരു സോറി പറഞ്ഞേക്കാന്ന് വിചാരിച്ച് ഇവിടെ സോറി പറയുമ്പോൾ ഇവിടെ എന്ത് എൻ്റെ ഒരു സോറി എന്നാൽ പിന്നെ പറയണ്ട എന്ന് നമുക്ക് തോന്നും. പിന്നെ നമ്മൾ ഇതൊരു ജീവിതമാണല്ലോ. പറഞ്ഞതുപോലെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഭയങ്കര വഴക്കായിരിക്കും നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല. അപ്പോഴായിരിക്കും ഒരു ക്ലയന്റിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിളിക്കുന്നത്, വാപ്പോ വണ്ടി കയറും, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടില്ല. പക്ഷേ അവിടെ അങ്ങ് കയറി ക്ലയന്റിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും നല്ല രണ്ട് പാർട്ട്നേഴ്സ് സുഹൃത്തുക്കൾ വേറെ ആരും ഉണ്ടാവത്തില്ല. തീർച്ചയായും വീണ്ടും ഇറങ്ങുമ്പോ ഇവിടുന്ന് എങ്ങനെ കയറിയാണോ ആ മുഖം അത് അങ്ങനെ തന്നെ ഇരിക്കും, കലിപ്പില് ഭയങ്കര ആറ്റിറ്റ്യൂഡില്. അത് പ്രൊഫഷണൽസ് സൈക്കോ ആയിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 100% പ്രൊഫഷണൽ അല്ലേ? വഴക്കുണ്ടാക്കുന്നതിലും ആളെ കാണാൻ 100% പ്രൊഫഷണലാണ്. പക്ഷെ രസാട്ടോ, കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന വഴക്കും ബഹളമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ 5 രൂപയ്ക്കൊക്കെ വഴക്കുണ്ടാക്കും, 5 രൂപ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. അല്ല, കാശിൻ്റെ കാര്യത്തിൽ ഭയങ്കര സുതാര്യത വേണം. ഞാൻ പറയുന്നൊരു നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളുള്ളത് അനുഭവങ്ങളിൽ നിന്നാണ്. എത്ര വലിയ പാണ്ടറാണെങ്കിലും എത്ര വലിയ ഇതാണെങ്കിലും കണക്ക് കൃത്യമായിട്ട് പറയുക. കാരണം കാശിൻ്റെ കണക്ക് നോക്കാതിരിക്കുന്നത്, ഞാൻ നോക്കില്ലാത്ത ഒരാളാണ്, അത്ര നല്ല സ്വഭാവമല്ല. ഞാൻ കാശിൻ്റെ കണക്ക് നോക്കുക, എൻ്റെ പോക്കറ്റിൽ ഒരിക്കലും ഞാൻ കാശ് കൊണ്ട് നടക്കുന്നില്ല. എനിക്ക് ആവശ്യമുള്ള കാശ്, അന്നന്ന് ആവശ്യമുള്ള കാശ് മാത്രം എടുത്ത് നടക്കുന്ന ഒരാളാണ്. അതിൽ കൂടുതൽ ആവശ്യങ്ങളും എനിക്കങ്ങനെ വലിയ ആവശ്യങ്ങളൊന്നും, സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പോലെ ഉള്ള ആവശ്യങ്ങൾ നടക്കാനുള്ള കാശ്, അതുകൊണ്ട് ഒരുപാട് സമ്പാദിച്ച് ഇങ്ങനെ കൂട്ടി കയ്യിൽ വെച്ച് എന്നാൽ മാത്രമേ കിടന്നോളൂ, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ശീലിച്ചൊരു കാര്യം, ഇപ്പോഴെന്നല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശീലിച്ചൊരു കാര്യം, കണക്ക് നോക്കുക അല്ലെങ്കിൽ കണക്ക് പറയുക എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ പാർട്ട്നേഴ്സിലെ ഏറ്റവും വലിയ പ്രശ്നം, നീ ഒരാൾ അക്കൗണ്ട്സ് നോക്കുമായിരിക്കും, ഒരാൾ മാർക്കറ്റിംഗ് നോക്കുമായിരിക്കും, ഒരാൾ HR നോക്കുമായിരിക്കും, വേറൊരാൾ ഓവറോൾ അതിൻ്റെ സെയിൽസ് ആയിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടിരിക്കുന്നത്. ഈ അക്കൗണ്ട് നോക്കുന്ന ഒരാളോട് മറ്റൊരാൾ കണക്ക് ചോദിക്കുമ്പോൾ ഇയാൾ മുഷിയേണ്ട കാര്യമൊന്നുമില്ല, അക്കൗണ്ട്സ് എടുത്ത് കൊടുത്തേക്ക്, എന്തൊക്കെ പ്രശ്നം എന്താണ് കണക്ക് കാണിച്ചു. പല പാർട്ണർഷിപ്പും തെറ്റുന്നത് ഒന്നെങ്കിൽ ഏറ്റവും സ്ട്രഗ്ലിംഗ് സമയത്തോ അല്ലെങ്കിൽ ഏറ്റവും ഹൈ കാശ് വരുന്ന സമയത്തോ. കാരണം കാശ് ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നല്ലോ, അപ്പം നമ്മൾ ഈ അക്കൗണ്ട്സ് പേപ്പറിലും പേരിലും എഴുതിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലോ. ഒരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്ത, ഒരു ഗൂഗിൾ ഷീറ്റ് എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന ഒരു ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ഡെയിലി അപ്ഡേറ്റ്സ് ഇടുന്നു, ഇത്ര രൂപ വന്നു, ഇത്ര രൂപ ചിലവ്, ഇങ്ങനത്തെ വഴക്കുകളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ കണ്ടിരിക്കുന്ന ഭൂരിഭാഗം കമ്പനികളിലും ഈ പാർട്ട്ണർഷിപ്പ് സെപ്പറേറ്റ് ആയേക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ, പാർട്ട്ണർഷിപ്പ് സെപ്പറേറ്റ് ആവുക മാത്രമല്ല, പല കമ്പനികളും നിന്ന് പോയേക്കുന്നതിൻ്റെ ഒരു റീസൺ പോലും, അല്ലെങ്കിൽ അവരൊരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിട്ട് അവിടെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലേക്ക് വന്നേക്കുന്നതിൻ്റെ റീസൺ അക്കൗണ്ടൻറ്റ് മോശമായിരുന്നു. ചിലപ്പോൾ അക്കൗണ്ടൻ്റ് ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കണ്ടില്ലേ, അത്രയും വലിയൊരു ഗ്രൂപ്പാണ് മണപ്പുറം, അവിടെ നിന്ന് പോലും അത്ര കോടി രൂപ ഒരു പെൺകുട്ടിക്ക് തട്ടിക്കാൻ പറ്റിയെങ്കിൽ, നമ്മളൊക്കെ ചെറിയ സ്ഥാപനമാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ അതിൻ്റെ ഒരു പകുതി കഴിവുള്ള ആൾ മതിയല്ലോ പല കാര്യങ്ങളും ചെയ്യാൻ. നമ്മൾ ഓവർ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ രംഗുവിന് എന്നെ വിശ്വാസമുണ്ട്, എനിക്ക് രംഗുവിനെ വിശ്വാസമുണ്ട്. നാളെ സുബിൻ ഞങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പിന് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സുബിനെയും വിശ്വാസമുണ്ട്. സുബിനാണ് ഞങ്ങളുടെ അക്കൗണ്ട്സ് നോക്കുന്നതെങ്കിൽ ഞങ്ങൾ സുബിനോട് പറയണം, എടോ എല്ലാ ദിവസവും കണക്കൊന്നും ഇട്ടേട്ടോ, സുബിൻ അവിടെ ഒന്ന് ഹൈഡ് ചെയ്യാനില്ലെങ്കിൽ എല്ലാ ദിവസവും കണക്കിടുന്നതായിട്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി ചെയ്യരുത്, അനാവശ്യമായിട്ട് ബന്ധുക്കളെ ജോലിക്ക് എടുക്കരുത്. ബന്ധുക്കളെ ജോലിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയം വരും. പണിയെടുത്തില്ല എന്നൊക്കെ മുഖം കറുത്ത് സംസാരിക്കാൻ പറ്റില്ല. മുഖം കറുത്ത് സംസാരിക്കാൻ പറ്റില്ലാത്തത് മാത്രമല്ല, സംസാരിക്കേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു ഒരു അനുഭവം, ഒരു കഥ പോലെ പറയാം. 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല. 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്കറിയാവുന്ന കഥയായിരിക്കും. അറിയാവുന്ന കഥയാണ്, ഞാൻ പേര് പറയുന്നില്ല. എക്സും വൈയുമായിട്ട് ആലോചിച്ചോളൂ, നമുക്കറിയാം. അപ്പോൾ നമ്മൾ എക്സും വൈയായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2 പാർട്ട്നേഴ്സ് തമ്മിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നു, വലിയ കുഴപ്പമില്ല, നല്ല സൗഹൃദം, നല്ല രീതിയിൽ പോകുന്നു, സ്ട്രഗിൾസിൽ ഒരുപോലെ നിൽക്കുന്നു. അപ്പോൾ ആൾക്കൊരു പ്രേമം ഉണ്ടാകുന്നു. ഒരു പാർട്ട്ണർക്ക് പ്രേമമുണ്ടായ ആൾ എന്ത് ചെയ്യുന്നു? കമ്പനിയിൽ ജോലിക്ക് എടുക്കാമെന്ന് പറയുന്നു. മറ്റേ പറഞ്ഞത് ആൾ കാമുകയാണല്ലോ, ജോലിക്ക് എടുക്കുന്നത്. വന്ന് കഴിഞ്ഞപ്പോൾ മുതൽ ആളെ അക്കൗണ്ട്സ് ഏൽപ്പിക്കുന്നു. പിന്നെ ആളുടെ കയ്യിലാണ് അക്കൗണ്ട്സിൻ്റെ ഭരണം. മറ്റാൾക്ക് അക്കൗണ്ട്സിലേക്ക് ആക്സസ് കൊടുക്കുന്നില്ല. ഇവർ രണ്ടുപേരുടെ ഒരു സെറ്റാകുന്നു. മറ്റേ ആളുടെ കയ്യിൽ കാശുണ്ട്, അക്കൗണ്ട് ചെയ്യുന്ന സ്ത്രീക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. ആ ശമ്പളത്തിൽ നിന്ന് അതും പറഞ്ഞ ആളുടെ കയ്യിൽ കാശുണ്ട്. മറ്റേ ഒരാളുടെ കയ്യിൽ പണമേ ഇല്ല. ജീവിതം മുഴുവൻ വൻ സ്ട്രഗിളിലേക്ക് പോകുന്നു. അവസാനം കല്യാണം കഴിക്കുന്ന സമയമായപ്പോഴേക്കും ഏകദേശം രണ്ടുപേരും തമ്മിൽ തെറ്റാറുള്ളൊരു ധാരണ എത്തുന്നു. മറ്റേ പാർട്ണറായിരുന്നു ഈ ബിരിയാണി. ആ പെങ്കൊച്ചിന് സ്വഭാവപരമായിട്ടും ഇഷ്ടമല്ല. എടാ ഈ ബിരിയാണിയൊക്കെ കൂടി ഇരിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൊടുക്കാം, എന്നിട്ട് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവായാലോ, നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ കല്യാണം കഴിച്ച് പിറ്റേന്ന് മുതൽ ഈ ഭാര്യ മറ്റേ ആളുടെ വലിയ ശത്രുവായിട്ട് മാറുകയാണ്. ഒടുവിൽ ആ സംരംഭം എന്ത് ചെയ്യണം, ആ ഒരു പാർട്ട്ണർഷിപ്പ് ഇല്ലാണ്ടാവുകയാണ്. അപ്പം ഒരു ഭാര്യയായിട്ട് വരുന്ന ഒരു വ്യക്തി പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പിനെ നിയന്ത്രിക്കുന്നുണ്ട്. അമ്മാവൻ്റെ മകനായിരിക്കും, കയറി വന്നു, മറ്റേ പാർട്ണറായിട്ടൊരു ബന്ധമല്ല. മറ്റേ പാർട്ണറോടെ കാശ് ഒരു 10,000 രൂപ ഞാൻ ഒന്ന് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മാവൻ്റെ മമ്മ എന്തിനാ കൊടുക്കണം? ഇവർ തമ്മിൽ വേറൊരു ബോണ്ടുണ്ട്. അപ്പോൾ അമ്മാവൻ അല്ലെ ബന്ധുവിൻ്റെ മകൻ പറയുകയാണ് കൊടുക്കണ്ട, അത് കൊടുത്താൽ നിൻ്റെ കാശും കൂടിയല്ലേ. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് എൻ്റേത് എന്ന് തോന്നലുണ്ടാക്കിയിട്ട്, അതായത് കൂടെ നിന്നിട്ട് പറയും നമ്മൾ നിൻ്റെ കാശോട്ടോ പോകണം, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ നിനക്ക് വേണ്ടി സംസാരിക്കുന്നവനെ വെറുപ്പിക്കാൻ എന്ത് പറ്റില്ല, അവന് പറ്റില്ല. പക്ഷേ ശരിക്കും ഈ സംസാരിക്കുന്ന സാധനം കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? ഈ കമ്പനി കൂടിപ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ആകാശിൻ്റെ ഒരു ബന്ധു വരുന്നു. ആകാശ് പണിയെടുത്തിട്ടാണ് സുബിന് ഈ വരുമാനമൊക്കെ ഉണ്ടാകുന്നത്. ആകാശെ കാശ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, സുബിൻ കുറച്ചധികം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും എടുത്തുകൊണ്ടിരിക്കണേ. സുബിൻ പറയണം നമുക്ക് ഞാനൊരു 1000 രൂപ കൂടുതലുണ്ടോ, പറ്റില്ല കേട്ടോ സുബിന്, ഞാനും 1000 രൂപ അന്ന് തന്നെ എടുക്കും, നിനക്കൊന്നും ആവശ്യമില്ല, അടുത്ത് പറ്റില്ല. അപ്പോൾ സുബിന് 500 കിട്ടി, മറ്റേ 500 എടുത്തു. സുബിൻ്റെ ആവശ്യം നടന്നില്ല, ആളുടെ ആവശ്യം. അതുവരെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പോകും. 2 ബന്ധു ആയതുകൊണ്ട് ഇവൻ്റെ ബന്ധുവിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദേഷ്യം. ഇപ്പോൾ പാർട്ട്ണറുടെ ഭാര്യനോട് എന്ത് ചെയ്യാൻ, അവൻ്റെ ഒരു ബന്ധമുണ്ട്, ഞാൻ എപ്പോഴും ദേഷ്യപ്പെടാൻ പറ്റില്ല. ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ എന്ത് വരും? അവൻ വലിയ മുതലാളിയായപ്പോൾ എന്നെ ഒഴിവാക്കി എന്നുള്ള സാധനം വരും. അപ്പം ഒരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും, ഒരു ഗ്യാപ്പ് ഇവർക്കിടയിൽ ആദ്യം രൂപപ്പെടും. മറ്റാളുടെ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു അമർഷം വേറെ വരും. ഒടുവിൽ ഈ ചെറിയ വിഷയം എന്താവും, വലുതാവും, കമ്പനി കൂട്ടും. അത് കാരണം ഒരു ഫസ്റ്റ് പോളിസി ആയിട്ട് കല്യാണം കഴിക്കുമ്പോൾ പറയില്ലേ, കല്യാണം കഴിക്കുന്ന ചെറുക്കനും പെണ്ണുവാ, ഇവർക്കിടയിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു വഴക്ക് ചെറുക്കൻ്റെ വീട്ടിൽ. എനിക്ക് ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞോളൂ. പെണ്ണിന്റെ വീട്ടുകാരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവൂടല്ലോ, ബന്ധുക്കാരാണല്ലോ ഇടപെടുന്നത്. അതെ, അപ്പൊ ചിലപ്പോ ഇവർ രണ്ടുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചു തരാന്ന് വെച്ചാൽ. പക്ഷെ ഇതിൻ്റെ ഇങ്ങനെ വെറുതെ ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ, ഇനി ഇവനെങ്ങാനും നശിച്ചു പോയാൽ ഈ നിനക്ക് വേണ്ടി സംസാരിക്കുന്നവൻ 100 രൂപ നിനക്ക് വേണ്ടി തരില്ല. അതായത് ഇങ്ങനെ വഴക്കുണ്ടാക്കി നിനക്ക് വേണ്ടി നിന്റെ കാശ് പോകണമെന്ന് തന്നെ ഇടപെടണമെന്നൊക്കെ പറയും. നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് താഴെ പോയി കഴിയുമ്പോൾ എടാ ഒരു 100 രൂപ ഇതിലില്ല കേട്ടാ, അവരുടെ 1000 രൂപ പോക്കറ്റിലുണ്ടാകും, പക്ഷെ അവൻ തരില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ പാർട്ണർഷിപ്പൊക്കെ സമാധാനം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്. പിന്നെ ഒരു കാര്യമാണ്, ആണുങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നശിക്കുന്ന 2 കാരണം മെയിനായിട്ട്. ഒന്ന് പെണ്ണുങ്ങൾ, ഒന്ന് പൈസ. ഈ 2 കാര്യത്തിൽ ആണുങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അത് പണ്ട് തൊട്ടേയുള്ളൊരു മാമൂല് ഒരു കനകം, എന്താ പറയുക, പെണ്ണിനും മണ്ണിനും പൊന്നിനും വേണ്ടിയിട്ടാണ് പഴയകാല യുദ്ധങ്ങൾ എന്ന് പറയാം. കലഹം ബഹുവിധ മൂലകിൽ സംഭവം എന്ന് പറഞ്ഞാൽ കാശും പണവും പെണ്ണും, ഇതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ഒരു കുഴപ്പമില്ലായിരിക്കും, 2 കൂട്ടുകാരായിരിക്കും അവിടെ വന്നിട്ട് എന്തിനാ എന്നാലും അങ്ങനെ ചെയ്തേ, അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ലല്ലോ, അത് മോശമായി. അത് പക്ഷെ ഒരു ജെൻഡറായിട്ട് പറയട്ടെ, എല്ലാ സ്ഥലങ്ങളിലും അതുണ്ട്. ഞാൻ ആണുങ്ങളിലും അത് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആണുങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പെണ്ണുങ്ങളെക്കാൾ കുശുമ്പ് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പുറമേ കാണുമ്പോൾ ഭയങ്കര മഞ്ഞനായിട്ട് ചെയ്യും. നമ്മൾ ചില ഈ തമാശക്കൊക്കെ പറയും, ചില ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും കണ്ടാൽ മതി, ഇമ്മാതിരി അപ്പുറത്തോട്ട് നോക്കി ഇങ്ങനെ ലക്ഷണി പറഞ്ഞ പെമ്പിള്ളേരെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർ ആണുങ്ങളിലും ഉണ്ട്. ഈ ജെൻഡർ ചിന്തിക്കേണ്ട, അതിലുള്ള ആൾക്കാരെ അങ്ങോട്ട് അകറ്റി നിർത്താൻ പഠിച്ചാൽ മതി. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരാൾ, ഞാൻ പൊതുവെ ഇപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കേൾക്കാൻ വലിയ, നമുക്ക് അടുത്ത ബന്ധമുള്ളവരാണെങ്കിൽ നമ്മൾ എന്താണെന്ന് അറിയാൻ അതിൻ്റെ 2 സൈഡും കേൾക്കും ഒരു ക്യൂരിയോസിറ്റി കൊണ്ട്. അല്ലാതെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
കേൾക്കണ്ട കേട്ടോ. ഇപ്പം കേട്ടിട്ട് എന്താ ഗുണമുള്ളത്? കേട്ടാൽ എന്താ പറയാൻ പോകുന്നത്? അവനും അവളും തമ്മിൽ റിലേഷനാണ്, മറ്റൊരാൾ റിലേഷനാണ്, ഇവൻ കാശുണ്ടാക്കുന്നുണ്ട്, അവൻ പറ്റിക്കുന്നുണ്ട്, ഇതൊക്കെയല്ലേ പറയാനുള്ളത്. പോസിറ്റീവായിട്ട് ഒന്നും പറയാനില്ല. നമ്മൾ അക്കൗണ്ട്സ് നോക്കുക, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുതാര്യമാണെങ്കിൽ പുറമേ നിന്ന് പറയുന്ന ആളെ നമ്പാതിരിക്കുക. വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നവരുമായിട്ട് ഒഴിവാക്കി നിർത്താന്ന് പറയും. സ്വന്തം കാര്യം നോക്കാതെ വലിയ കാര്യത്തെ അഭിപ്രായം പറയുന്നവർ. ഇത് സ്റ്റാഫിനോട് ഇത് നമ്മൾ ഓഫീസിലെ സ്റ്റാഫിന് എടുക്കുമ്പോൾ ചിന്തിക്കണം. നല്ല പെർഫോമർ ഒക്കെ ആയിരിക്കും, പക്ഷെ ബാക്കി മുഴുവൻ ആൾക്കാരെ നശിപ്പിക്കും. ആൾക്കാരുണ്ട്, അനുഭവം കൊണ്ട് പറയാം. അല്ല, അനുഭവം കൊണ്ട് പറയാ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെ നമുക്ക് ഇത് പിന്നെ ജീവിതത്തിന്റെ വഴിയാണല്ലോ, ഇങ്ങനെ വരും പോകും വരും പോകും വരും പോകും, ശരിയാവും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് പക്ഷേ രസമുള്ള കാര്യങ്ങളാ മുന്നോട്ട്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചിരി വരും. ഇതിനൊക്കെയാണ് വഴക്കുണ്ടാക്കി, ഇതിനൊക്കെയാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ ചിന്തിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ആകാൻ പറ്റുമോ? ചില ആൾക്കാർ പറയും നമുക്ക് ഞാൻ പഴയ ജീവിതം ഇങ്ങനെ വന്നാണ് ഇനി തിരിച്ചങ്ങോട്ട് വന്നത്. തിരിച്ചങ്ങോട്ട് പോകണ അത്ര എളുപ്പമൊന്നുമല്ല. തിരിച്ചങ്ങോട്ട് പോയാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നു വരില്ല. ഇപ്പം ഇന്നൊരു ബൈക്കിൽ എന്നെ ഇറക്കി വിട്ടിട്ട് മഴയത്ത് മഴ നനഞ്ഞു പോലെ വെയിൽ കൊണ്ടുപോകും, ചായ കുടിക്കാതെ പോകുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് എൻ്റെ മനസ്സിൽ ഞാനന്ന് അങ്ങനെ വീരശൂരനൊക്കെ ആയിരുന്നു തോന്നിയാലും ഇന്ന് എനിക്ക് തിരിച്ചങ്ങനെ പോയിട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും പോകാൻ പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. കാരണം എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ബസ്സിൽ പോയ ഒരാളാണ്. ഇനി ഞാൻ അതിലോട്ട് പോകത്തില്ല. കാരണം അതിനാണ് നമ്മൾ കഷ്ടപ്പെട്ടതും വണ്ടി മേടിച്ചതും കാറ് മേടിച്ചതും എല്ലാം. ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യം ചിന്തിച്ചേ, പണ്ട് നമ്മൾ ബസ്സിലേ പോകത്തുള്ളൂ, എന്നെ കാര്യമെങ്കിലും ബസ്സിലേ പോകത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ലിഫ്റ്റ് അടിച്ചാൽ പോകുന്നത് ബസ്സിന്റെ ഈ പറഞ്ഞൊരു കഥ ഉണ്ടല്ലോ. ഞാൻ മറ്റേ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പൈസ തരും വണ്ടി കൂലി. അപ്പോൾ അത് മുട്ടയ്ക്ക് എടുക്കാമല്ലോ, മുട്ട മേടിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് അടിച്ചു പോകും. അപ്പം ഹരിപ്പാട് നിന്ന് പന്തളം വരെ എൻ്റെ കോളേജ് ഇത്രയും ദൂരമുണ്ട്, 35 കിലോമീറ്റർ അതുകൊണ്ട് ഹരിപ്പാട് നിന്ന് ഒരു ലിഫ്റ്റ് അടിക്കും, കവല ഇറങ്ങും, കവലയിൽ നിന്ന് അടുത്ത് ലിഫ്റ്റ് അടിക്കും, മാവേലിക്കര ഇറങ്ങും, മാവേലിക്കര അടുത്ത് ലിഫ്റ്റ് എടുത്ത് മാക്കാം. കോളേജ് അറ്റൻഡൻസ് ഇല്ലായിരുന്നു, അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ എന്നാലും എനിക്ക് മുട്ടയും ചിക്കനും ഈ സംഭവം അത് കിട്ടും. അല്ല, പിന്നെ ഓരോ ജീവിതത്തിനും ഓരോ ചെറിയ 42 അല്ല ചെറിയ ചെറിയ സക്സസ്സുകൾ ഉണ്ടല്ലോ ഓരോ 42 കണ്ടോണേഷൻ ഇല്ല, ഇയർ ബാക്ക് ഷോർട്ടേജ്. അല്ല, ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ എല്ലാ ചെറിയ ചെറിയ വിജയങ്ങളുണ്ട്. നമ്മൾ ഈ വലിയ വലിയ വിജയങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ അയ്യോ നിരാശരായിട്ട് പോകുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ വിജയം എന്താ? നമ്മൾ മറൈൻ ഡ്രൈവിലായിരുന്നു വരുന്നത്. ഒരു പുള്ളി പറഞ്ഞു നിങ്ങളൊരു ഓഫീസ് റൂമിൻ്റെ ഒരു മുറി എടുത്തോളൂ, ഒരു കസേര എടുത്തോളൂ. ആ ഒരു മുറിയും കസേരയും ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ വിജയമായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ മുറിക്ക് ഞങ്ങൾ വാടക കൊടുത്തു തുടങ്ങി. ഒരു മാസത്തോളം ഞങ്ങൾ വാടക കൊടുത്തില്ല. 2-ാം മാസം മുതൽ ഞങ്ങൾ ആ മുറിക്ക് വാടക കൊടുക്കാൻ പറ്റി. അത് 2ാമത്തെ വിജയം. ഒരാൾ നമ്മളെ വിളിച്ച് കയറ്റി ഒരു മുറിയിലിരുത്തുന്നു, അതിൻ്റെ വാടക നമുക്ക് അടുത്ത മാസം മുതൽ കൊടുക്കാൻ പറ്റുന്നു. അതൊരു വിജയമായി. നമ്മൾ പുള്ളിക്ക് നമ്മൾ വലുതാവുന്നുണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്ക് തോന്നി, പുള്ളി ഒരു മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് സ്പേസ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫീസ് സ്പേസ് പൊന്നേത്ത് ടെമ്പിൾ റോഡിൽ പോയിട്ട് 2 മുറിയുള്ള ചെറിയ സ്പേസ് എടുക്കുന്നു. അത് അടുത്ത വിജയം. സ്വന്തമായിട്ട് എടുക്കുന്നു, വേറെ ആളുടെ മുറിയിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റേ ആൾ ഈ ഓഫീസ് ഒഴിഞ്ഞു പോകേണ്ടി വരികയാണ്. പുള്ളി ഒഴിയാണ്, പുള്ളിയുടെ നാട്ടിൽ മാത്രം കച്ചവടമാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇറക്കി വിട്ട ഓഫീസിലേക്ക് നമ്മൾ തിരിച്ചു കയറി ചെല്ലുന്നു. ഇത് വീണ്ടും ഒരു വിജയമാണ്. ഇതൊരു വിജയമാണ്. ഇത് കഴിഞ്ഞ് നമ്മളൊരു ഇവന്റ് ചെയ്യാൻ പോകുന്നു. എല്ലാവരും പറയുന്നത് നമ്മളെ കൊണ്ട് ഇവന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ 300 സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മിനിസ്റ്ററെ വരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇവന്റ് ഹോളിഡേയിൽ ചെയ്യുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഒരു വിജയമാണ്. അതായത് ഒരു ചോദ്യങ്ങളുണ്ട്, ഈ ഇവന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം എല്ലാ ബിസിനസ്സുകാർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇവന്റ് നടത്താം. ഈ മന്ത്രിമാരുടെ അബദ്ധം പറ്റാറുണ്ട്, കാശ് പോകാറുണ്ട്. അതെ, ഞങ്ങൾ ആദ്യത്തെ ഒരു ഇവന്റ് ചെയ്യാൻ വേണ്ടി പോവാം. അന്ന് കൃഷിമന്ത്രിയായിരുന്ന സുനിൽ കുമാറാണ്. അന്ന് അദ്ദേഹം അന്തിക്കാട് അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്ഥലപ്പേര് ഞാൻ കറക്റ്റ് വിട്ടുപോയി. ഒരു സൈഡിലൊരു വളവ് ഒരു ചെറിയൊരു വീടാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാം, അദ്ദേഹം വരുമെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മന്ത്രിമാരായിട്ടോ രാഷ്ട്രീയക്കാരായിട്ടോ ഒന്നും വലിയ ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ സാധാരണ വീട്ടിൽ നിന്ന് മന്ത്രിയായിട്ടൊന്നും പ്രത്യേകിച്ച് ബന്ധം ഉണ്ടാവേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രാവിലെ മന്ത്രിനെ കാണാൻ വേണ്ടി പോകുന്നു. അവിടെ ചെല്ലുന്നു, കാത്തു നിൽക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇവൻറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, അപ്പോൾ ഇന്ന പരിപാടിക്കൊന്ന് വരണം എന്ന് പറയുന്നു. അപ്പോൾ സുനിൽകുമാർ ഞങ്ങൾക്ക് അറിയില്ല, ഇന്ന് രാഷ്ട്രീയക്കാരോടൊന്നും ഇങ്ങനെ ഡീൽ ചെയ്ത് പരിചയമായി വരുന്നുണ്ട്. അപ്പോൾ സുനിൽകുമാർ മിനിസ്റ്റർ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു, ഇതാണ് തൃശ്ശൂർ MP ആകാൻ മത്സരിച്ച അദ്ദേഹം തന്നെ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അഗ്രികൾച്ചർ മിനിസ്റ്ററാണ്. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഞാൻ വരാം, എന്നാ ഡേറ്റ്? ഞാൻ പറഞ്ഞു സാറിന് എന്നാണോ ഡേറ്റ്, ആ ഡേറ്റിൽ ഞങ്ങൾ വയ്ക്കാം. അങ്ങനെ അദ്ദേഹം നമ്മളോട് ഒരു ഡേറ്റ് പറയുന്നു. അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഡേറ്റിൽ എന്ത് ചെയ്യുന്നു, നേരെ പോയി ഹോളിഡേ ബുക്ക് ചെയ്യുന്നു. ഒരു 1.5 മാസം മുമ്പ്, 45 ദിവസം മുമ്പേ പോയി ചെയ്യുന്നു. അപ്പോൾ സുനിൽകുമാർ ഡേറ്റ് തന്നല്ലോ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും തിരുവനന്തപുരത്ത് പോയിട്ട് അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഏറ്റ പരിപാടിയിൽ ഞാൻ വന്നിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം 2ാമത് ഏറ്റ പരിപാടിയാണല്ലോ, അപ്പോൾ അദ്ദേഹം വരും എന്ന് നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാകുന്നു.
അങ്ങനെ നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്രോഗ്രാമിന് ഒരാഴ്ച മുമ്പ് നമ്മളവിടെ ചെല്ലുന്നു. എന്തിനാ നിങ്ങൾ വരുന്നത്? ഞാൻ ഏറ്റ പരിപാടി ഞാൻ വന്നിരിക്കും. അദ്ദേഹം 100% ഉറപ്പോടെ എന്ത് ചെയ്യാണ്, ഒരു വാക്ക് പറയുകയാണ്. അപ്പോൾ നമുക്ക് വരും എന്ന് ഉറപ്പായി. അപ്പോൾ പേരാമ്പ്രയുള്ള ഇന്ത്യൻ ട്രൂത്ത് എന്ന് പറഞ്ഞൊരു മാഗസിൻ എഡിറ്ററുണ്ട്. ചെറിയ മാഗസിനാണ്. ഒരു ബാബു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. നമ്മുടെ എല്ലാ യാത്രകളിലും കൂടെ നിന്നിരിക്കുന്ന അപൂർവം വ്യക്തികളുടെ ഒരാളാണ്. ആ ബാബുചാൻ എന്നെ വിളിച്ചിട്ടുണ്ട്, പേരാമ്പ്ര MLA ആയിരുന്ന രാമകൃഷ്ണൻ ചേട്ടൻ സാറിനെയും കൂടെ ഒന്ന്, സഖാവിനെയും കൂടെ ഒന്ന് വിളിക്കണം. അന്ന് അദ്ദേഹം എക്സൈസ് മന്ത്രിയാണെന്നെ വകുപ്പ് ഞാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം, അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമിന് ഒരാഴ്ച മുമ്പ്, 2 ദിവസം 3 ദിവസം മുമ്പ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് പേരാമ്പ്ര ചെന്ന് MLA ഓഫീസിൽ പോയിട്ട് രാമകൃഷ്ണൻ മിനിസ്റ്ററിനെയും കൂടെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, TP പറയാണ്, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ഞാൻ വിട്ടുപോയി, അന്ന് വൈകുന്നേരം വരെ 5 മണി വരെ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വരില്ല എന്ന് ഏകദേശം ഉറപ്പായി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു, അന്ന് 5:45 അവിടെ നിന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ കയറി ഒന്ന് വരാമോ എന്ന് വെച്ചാൽ 6:15, 5:45, 6:10 ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഫ്ലൈറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറയുന്നു. ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ 2 മന്ത്രി ആയല്ലോ എന്ന് ചിന്തിക്കുന്നു. ഈ മന്ത്രിയായാലും നമ്മളങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഉറപ്പില്ല, ഒരു ഉറപ്പില്ല. കാരണം അദ്ദേഹം അവസാന നിമിഷം വിളിച്ചു, വന്നേക്കാം വരാതിരുന്നേക്കാം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഹോർഡിംഗ് ഒക്കെ, സുനിൽകുമാറിൻ്റെ പടം വെച്ച ഹോർഡിംഗ് ഒക്കെ കയറി. അന്ന് അഗ്രികൾച്ചർ മിനിസ്റ്ററായ സുനിൽകുമാറിൻ്റെ പടം വെച്ചിട്ട് ഹോർഡിംഗ് മുഴുവൻ കയറുന്നു. ഏകദേശം 10-30 ഹോർഡിംഗ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വലിയൊരു പ്രോഗ്രാം. അപ്പോൾ മുഖ്യ അതിഥിയായിട്ട് ഇദ്ദേഹമാണ് വരുന്നത്. ഏകദേശം BMW ആണെന്ന് മേജർ, അല്ല ബെൻസാണ്, ബെൻസോ BMO ആണ് മേജർ സ്പോൺസർ. അപ്പോൾ അങ്ങനെ സ്പോൺസർഷിപ്പൊക്കെ റെഡി. ഇവൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കോട്ടക്കിടുകയാണ്. അങ്ങനെ റെൻറ്റിന് വിടുന്ന അറിയില്ല, ഇത് കല്യാണക്കോട്ടും ഈ ബിസിനസ് കോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയാൻ പാടില്ല. അദ്ദേഹം എനിക്കൊരു കല്യാണക്കോട്ടൊക്കെ തന്നു. ഞാനങ്ങനെ ഒരു കല്യാണത്തിനിടുന്ന കോട്ടൊക്കെ ഇട്ട് ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് ഹോൾഡേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ കാറൊന്നുമില്ല അന്ന്. നമ്മളൊരു യൂബർ എടുത്ത് കയറിയപ്പോഴാണ് അറിയുന്നത് സുനിൽകുമാറിനെ വിളിച്ചിരുന്നത്. എനിക്കൊരു ദേഹാസ്വസ്ഥ്യമുണ്ട്, ഞാൻ വരുന്നില്ല. ഫോൺ കട്ട് ചെയ്തു. ഞാൻ തിരിച്ചു വിളിക്കുകയാണ്, വളരെ ടെൻഷനായിട്ട് തിരിച്ചു വിളിക്കണം. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. തിരിച്ചു വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, പുള്ളി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇവൻ്റാണ്, നമ്മുടെ സംരംഭം മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു ഇവൻറ്റിൽ വരാമെന്ന് പറഞ്ഞ ആൾ മാറി. അപ്പോൾ തന്നെ ഞാൻ വേറെ ശേഷം അദ്ദേഹം ആലുവയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് വേറൊരു പരിപാടി ആലുവയിലുണ്ട്, അദ്ദേഹം അതിനും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ ഒഴിവാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കി. നമ്മൾ 45 ദിവസം മുന്നേ പറഞ്ഞു, അദ്ദേഹത്തിന് നമ്മൾ പ്രയോറിറ്റി ആയിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ കയ്യിൽ വരേണ്ടത് അദ്ദേഹത്തിന് ചിലപ്പോൾ നമ്മൾ കൊള്ളില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം, എന്തോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം, എന്തുകൊണ്ടോ അദ്ദേഹം വന്നില്ല. അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് AC ഉള്ള വണ്ടിയിലൊന്നും കയറാൻ അറിയാതെ, പക്ഷേ ആ AC ഞാൻ വേർക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നറിയാണ്ട് വേർക്കുകയാണ്. ആദ്യത്തെ ഇവൻ്റ് അന്ന് ഷമീം റഫീഖ്, നമ്മുടെ ഇപ്പോഴത്തെ സ്പാർക്കിൽ നമ്മുടെ പാർട്ടായിട്ടുള്ള ഷമീം റഫീഖ് ഒക്കെ ഉണ്ട്. അപ്പോൾ പേടിക്കണ്ട, നമുക്ക് കൊച്ചു സെപ്സാറില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളൊരു കോൺഫിഡൻസോടെ പുള്ളിയൊക്കെ പറഞ്ഞു, ഒരു സപ്പോർട്ട് ടോട്ടൽ സംരംഭകരുടെ നിന്ന് വരുന്നു. പുറമേട്ടാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ അകത്ത് കയറി കയറിയപ്പോൾ 5:40 ആയപ്പോൾ TP രാമകൃഷ്ണൻ്റെ ഓഫീസിൽ നിന്നൊരു കോള്, സാറ് പുറപ്പെട്ടിട്ടുണ്ട്, റിസീവ് ചെയ്യാൻ ആരെങ്കിലും അവിടെ വേണം, ഒരു കാറുമായിട്ട്, നമ്മുടെ കാറുണ്ടാവും, എന്നാലും ഒരാൾ കാറുമായിട്ട് അങ്ങോട്ട് ചെന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ബാബുച്ചേട്ടനോട് ഉണ്ടല്ലോ, ബാബുച്ചേട്ടൻ പറഞ്ഞു, ബാബുച്ചേട്ടൻ ഒരു കാറാക്കണ്ട, ഇവിടെയുള്ള മുഴുവൻ കാർ കൊടുത്തുകൊണ്ട് റെൻ്റ് എടുത്തോ, എങ്ങനെയാലും പുള്ളിയായിട്ടൊന്ന് വരാൻ പറയുന്നു. അങ്ങനെ TP രാമകൃഷ്ണൻ അവിടെ 6:45 ഇറങ്ങുന്നു. 7:15 അവിടെ നിന്ന് തിരിച്ച് എന്തോ കാറിൽ കയറി 7:45 TP ഇവൻറ്റിൽ വരുന്നു. അപ്പം നമ്മൾ ഇവൻറ്റിന് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുഖ്യാതിഥി എന്ന് പറയുന്നൊരു വ്യക്തി നമ്മുടെ ഇവൻറ്റിനെ കാണേണ്ട രീതി എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത്. അദ്ദേഹം മുങ്ങിയാൽ നമ്മുടെ പരിപാടി എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും കുളമാകും. ഇപ്പം നമുക്കൊന്നൊരു മീഡിയയുടെ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തവരാണ്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണ്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മൾ കാണുന്നത്, ഇപ്പം മുഖ്യാതിഥി എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാൻ വേണ്ടി പോകുന്ന പൊളിറ്റീഷ്യൻസിനെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ അവർ നമ്മളെ കാണുന്നത് 2 പിള്ളേർ എന്തോ ചെയ്യുന്നു, ഒരു പരിപാടി കൊച്ചിയിൽ നടത്തുന്നു, വിളിക്കുന്നു, ഈ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു സീരിയസ്നെസ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്താണെന്നും നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഇതുപോലെ മുന്നത്തെ വർഷത്തെ ഇവൻറ്റിന്, കഴിഞ്ഞ വർഷം സജി ചെറിയൻ സാറായിരുന്നു വന്നത്, അതിന് മുന്നത്തെ വർഷത്തെ ഇവൻറ്റിന് P. പ്രസാദ് സാറിനെയാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആദ്യം ഡയറി എടുത്തിട്ട് ഇന്ന ഡേറ്റ് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഡയറിയൊക്കെ നടച്ചു വെച്ചേ, കാരണം ഇത് സാറ് ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി വരുന്ന ഡേറ്റാണ്, ഇത് സാറ് വരുന്ന ഡേറ്റ് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്, ഇത്ര ലക്ഷം രൂപ മുടക്കി ഞങ്ങൾ ചെയ്യുന്നൊരു ഇവൻറ്റാണ്. അപ്പോൾ സാർ വരുമെന്ന് പറഞ്ഞാൽ വരണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വേഗം വേറൊരു ഡേറ്റ് ഞങ്ങൾക്ക് തന്നു. എല്ലാ കാര്യവും പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ പോവാണ്.
അന്ന് ഈ പറഞ്ഞതുപോലെ റെഡി ആവാൻ വേണ്ടി ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്ന എപ്പോഴും ഇതൊരു അവസാന നിമിഷം കോട്ടിടുമ്പോഴാണ് പ്രശ്നം. കോട്ടിടപെട പക്ഷേ ഇല്ല ഇപ്പൊ ഇല്ല അന്നത്തോടെ കൊണ്ട് ഉപേക്ഷിച്ചു ആ ഒറ്റ നമ്മുടെ ഇവന്റിന് പോലും കോട്ടിട്ടില്ല. ഇല്ല അന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രസാദ് സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, CM ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചേക്കുവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ എങ്ങനെ പോയാലും 9 മണി കഴിയും. അപ്പോൾ 9 മണി കഴിഞ്ഞാലും നമ്മുടെ ആവശ്യമുണ്ട് മിനിസ്റ്റർ വരണം. കാരണം മുഖ്യാതിഥി മിനിസ്റ്ററാണ്. നമ്മൾ ഇത്രയും അവാർഡീസ് ഉണ്ട്, അവർക്ക് അവാർഡ് കൊടുക്കണം, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് പരിപാടിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. ഞങ്ങൾ രംഗു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, സാറ് വന്നില്ലെങ്കിൽ ഞങ്ങൾ എന്നിട്ട് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല, സാർ എന്നാണെങ്കിലും വന്നെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് 6 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. 9:30 എത്തി. വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെ ഹെക്റ്റിക്കായിട്ട് യാത്ര ചെയ്തിട്ടില്ല. കാരണം യാത്ര ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് നടുവേദനയുള്ള ആളാണ്, എനിക്കിങ്ങനെ സ്റ്റേജിൽ തന്നെ അതിൽ പോകുന്നു. പക്ഷേ ഈ 2 പിള്ളേരുടെ ഫോളോ അപ്പ്, ഇവരെന്നെ ഇവിടെ ചെയ്യുന്നതെന്ന് കാണണമല്ലോ, അവരുടെ ഫോളോ അപ്പ് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ആ മുഖ്യാതിഥിക്ക് നമ്മൾ കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് തരുന്ന ഒരു വാല്യൂ, അതിന് വലിയ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഒരാളാണ് ഹൈബി ചേട്ടൻ. നമ്മുടെ പ്രോഗ്രാം വിളിച്ച ഹൈബി ചേട്ടൻ വരും എന്ന് പറഞ്ഞ സമയത്ത് വരും. അത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് നമ്മുടെ പ്രോഗ്രാമിനും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും സമയത്ത് ഹൈബി ചേട്ടനാണ്. പിന്നെ ഇത്തവണ ഈ പി പ്രസാദ് സാർ വരാതിരുന്ന് ലേറ്റ് ആയപ്പോൾ ഹൈബി ചേട്ടനെ ഇതുപോലെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എപ്പോഴാണ് വരണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, പ്രശ്നം പറഞ്ഞു, ഒരു കാര്യം ചെയ്തേ, എവിടെ എത്തുന്നത് ചിലപ്പോൾ നിങ്ങളോട് പറയുണ്ടാവില്ല, ഗവൺമെൻറ് നമ്പർ താ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഗവൺമെൻറ് നമ്പർ തന്നു. അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, എങ്ങനെ പോയാലും മിനിസ്റ്റർ എത്താൻ 9:30 ആകുമെന്ന് ഹൈബി ചേട്ടൻ പറഞ്ഞു. വിളിച്ച് ഇനി എന്നാ ചെയ്യും, സാധാരണ 9 മണിക്ക് പരിപാടി നിർത്തും, നമ്മൾ കഴിയും, ഇനി എന്നാ ചെയ്യുന്നത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ ഹൈബി ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അപ്പം ഒരാളെങ്കിലും വന്നെന്നുള്ള ഫീലാണ്. എൻ്റെ ഹൈബി ചേട്ടൻ ഒരു നോർമൽ ഒരു കുർത്തിയും പാൻറ്റൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലൊരു പരിപാടിക്ക് പോകുന്ന പോലെ അദ്ദേഹം അവിടെ വന്നു. അപ്പം ഈ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ സമരം പോലും മടുക്കുമല്ലോ, സമയം പോണോ, മിനിസ്റ്റർ വന്നില്ല, ഇത് എന്താണെന്ന് ചിന്തിക്കുമല്ലോ. ഇവരെന്നാ പോയേക്കാന്നിരുത്തി പുറത്തിറങ്ങും. ഹൈബി ചേട്ടൻ വിളിച്ചിട്ട് എടാ ചായ കുടിക്കാന്ന് പറയുന്നു, ചായ കുടിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മളെ അല്ല ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള MP ആട്ടോ, അല്ലേ? ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള. ഇതുപോലെ നമ്മളൊരു ഇവന്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഈ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടണം. ഇപ്പൊ സുബിൻ ഒരു ഇവന്റ് നടത്തുകയാണ്, ഒരു ട്രേഡിംഗ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇവന്റ് നടത്തുകയാണ്. സുബിനെ സംബന്ധിച്ച് സുബിന്റെ ബ്രാൻഡിങ് ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ സുബിൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ സുബിന്റെ ബ്രാൻഡിങ്ങിനേക്കാൾ ഉപരി ഈ വന്നിരിക്കുന്ന ആളുകളുടെ സമയത്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. അപ്പൊ ആ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഇതിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ടേക്ക് ഹോം ഉണ്ടാവണം. ചിലപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള പുതിയ അറിവുകളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ വന്നിരിക്കുന്ന പുതിയ കാലഘട്ടത്തിലെ കാര്യങ്ങളായിരിക്കാം, AI എങ്ങനെ ട്രേഡിങ്ങിൽ കൊണ്ടുവരാമെന്നുള്ള ഒരു ടോപ്പിക്കിന് ഡിസ്കഷൻ ആവുമായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അല്ല സുബിന് വേറൊന്നുമല്ല, നമ്മൾ അതിന്റെ ഏറ്റവും ബാക്ക് സീറ്റിൽ കസേര ഇട്ടിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇവന്റ് കൊള്ളാമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവണം. ഇവന്മാർ എൻ്റെ 3 മണിക്കൂർ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പരിപാടിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവന്റുകൾ ബിസിനസ് കോൺക്ലേവുകളാണ്. ചിലർക്ക് ഇപ്പോൾ ഒരു 600-700 എംപ്ലോയീസ് ഉള്ള സ്ഥാപനങ്ങൾ ഇവന്റ് നടത്തും. അവരൊരു കോർപ്പറേറ്റ് ഇവന്റ് ആയിട്ടൊരു ഒരു ഗെറ്റ് ടുഗദർ നടത്തും. ഇവിടെയൊക്കെ തിരിച്ചു പോകുമ്പോൾ ഒരു ഫാമിലി ഫീൽ ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ ഒരു ഇവന്റിന് ഒരു 1800 പേര് വരുന്ന ഒരു ഇവന്റിന് ഞാനും മാക്സിമം ഒരു 1000 പേരോട് 1800 പേരെ എന്നാണെങ്കിലും കണ്ട് സംസാരിക്കാൻ നോക്കും. കാരണം നമ്മൾ വിളിച്ച് നമ്മുടെ പരിപാടിക്ക് വന്നേക്കുന്നവരാണ്, അവരെ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു ഇവന്റിന് എല്ലാ വർഷവും നടക്കുന്ന നമ്മുടെ ഒരു ഇവന്റിനെ, ഒരു ബിസിനസ് കോൺക്ലേവിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് സംരംഭം എന്ന് പറയുന്ന കുടുംബത്തിന്റെ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഗെറ്റ് ടുഗദർ. അപ്പോൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ടാകും, അതായത് സംരംഭമായിട്ട് പുതിയതായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാകും, ഓൾറെഡി കഴിഞ്ഞു പോയ കാരണവന്മാർ അതിനകത്തുണ്ടാകും, ഇതിന് മുന്നേ മുതൽ സംരംഭമായിട്ട് അസോസിയേറ്റ് ചെയ്തവരുണ്ടാകും. അപ്പം നമ്മളുടെ നെറ്റ്വർക്കിംഗ് ഡിന്നർ എന്ന് പറയുന്നത് സംരംഭ ഫാമിലിയുടെ അല്ലെങ്കിൽ സംരംഭം കുടുംബത്തിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട് നമ്മൾ കാണുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ പരിപാടിയല്ലേ ഒക്ടോബറിൽ നടക്കുന്നത്? ഈ വർഷത്തെ നല്ല കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ. അതിനെപ്പറ്റി 2 വാക്ക് പറയുന്നില്ലേ? ഇല്ല, അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നടക്കാതെ പണ്ടെങ്ങാനും നടക്കട്ടെ, നടന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നതല്ലേ നല്ലതല്ലേ? അതെ, നടക്കുന്ന വിശ്വാസം ഇതുവരെ വിശ്വസിച്ചേക്കുന്ന എല്ലാം നടന്നിട്ടുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നു, അതിന്റെ ഓട്ടത്തിലാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങളോടാണ്. നിങ്ങൾ വേറെ ഒരാളോടും മത്സരിക്കുന്നില്ല, ഞങ്ങൾക്ക് ആരോടും കോമ്പറ്റീഷൻ ഇല്ല. ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങളോടാണ്. നമുക്ക് എന്താ അടുത്ത വർഷം നന്നായി ചെയ്യാൻ പറ്റും? മറ്റുള്ളവർക്ക് അവിടെ സ്പേസ് ഉണ്ടെന്നേ, അവരുടേതായ വരുമാനം എടുത്തോട്ടെ, അവരുടേതായ രീതിയിൽ എടുത്തോട്ടെ. ഇന്ന് വരെ നമ്മുടെ ഓഫീസിൽ വരുന്ന ഫസ്റ്റ് എല്ലാവരോടും പറയുന്ന സാധനം, നമുക്ക് കോമ്പറ്റീറ്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല,
ഇനി ഉണ്ടെങ്കിൽ അവരൊരു കുറ്റം നമ്മുടെ ഓഫീസിലൊരു സ്റ്റാഫ് പോയി പറയരുത്. ഫസ്റ്റ് നമ്മൾ ഏത് സ്റ്റാഫിനോട് നിങ്ങൾക്ക് ചോദിച്ചാലും പറയാം, നമ്മൾ ഫസ്റ്റ് പറയുന്ന സാധനമാണ് ഓഫീസിൽ ഒരാളുടെ കുറ്റം എന്ത് ചെയ്യരുത്, ഒരു ബ്രാൻഡ് മറ്റേ ബ്രാൻഡ് കൊള്ളില്ല എന്നൊരു വാക്ക് നമ്മൾ ഓഫീസിൽ നിന്ന് പറയരുത്. 2, അവിടെ ചായ വയ്ക്കുന്ന ചേച്ചിയാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരേ ബഹുമാനമാണ്, അതിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസമില്ല, എല്ലാം മനുഷ്യരാണ്. അല്ലാണ്ട് ഒരാൾ അങ്ങനെയാണ് മറ്റൊരാൾ ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരു സാധനമല്ല. ഒരാളെയും ഭരിക്കാനുള്ള അവകാശം ഞാനും ഒരാളെ ഭരിക്കാറില്ല, എന്നെ ഭരിക്കാൻ അനുവദിക്കാറുമില്ല. വേറൊരാളെ ഭരിക്കുന്നത് നമ്മുടെ ഓഫീസാണ്. കാര്യങ്ങൾ പറയും, ഇന്ന കാര്യമാണ് നീ ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ചെയ്തില്ല. അതിനപ്പുറത്തേക്ക് ഭരിക്കുക എന്ന് പറയുന്നത് കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കേണ്ട സാഹചര്യമൊക്കെ വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ അല്ലാതെ അവിടെ ഭയങ്കരമായിട്ടൊരു ഹൈറാർക്കി ലെവലോ ഉണ്ടായി. അത് ഞാൻ പറയില്ല, പണിയെടുക്കാതെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടേണ്ടി വരും, അവർക്ക് വഴക്കായി തോന്നും, പിള്ളേരൊക്കെ ആണല്ലോ ദേഷ്യം വരും. നമ്മുടെ വിഷമം നമുക്കറിയാം. അല്ല ഞാൻ ഇവരോട് മറ്റേ പട്ടിപ്പണി എടുത്തിട്ടൊക്കെ ഉറക്കവും ഇല്ല ആരും ഇരിക്കുമ്പോഴായിരിക്കും ചെറിയ പണി. ഓഫീസിലെ സ്റ്റാഫിനൊക്കെ പറയേ, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടുക. അപ്പോൾ ഞാൻ കഴിച്ചു നമ്മുടെ ഓഫീസിൽ നിന്ന് പോയൊരു എഡിറ്റർ ഉണ്ട്, ഒരു പയ്യൻ. ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നിനക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നില്ലേടാ, നീ എഡിറ്റ് ചെയ്തൊരു വീഡിയോ അതെങ്ങനെ 1 lakh ആകുന്നു, 2 lakh ആകുന്നു, 5 lakh ആകുന്നു, 1 million ആകുന്നു. അപ്പോൾ നിനക്ക് ഇതുപോലെ കുറേ കണ്ടന്റ് എഡിറ്റ് ചെയ്ത് ഞാനാണിത് എഡിറ്റ് ചെയ്തെന്ന് പറയാനൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നില്ലേ? ഒരു വികാരം ഇല്ലാതിരിക്കുക. കാരണം അവരെ സംബന്ധിച്ച് എന്നാ മാസം അവസാനം സാലറി കിട്ടുന്നുണ്ടോ, അത്രേ ഉള്ളൂ. പക്ഷേ വേറൊരു അല്ല വേറൊരു വിഭാഗമുണ്ട്. ഇപ്പോൾ ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ സുബിൻ്റെ ഒക്കെ കവർ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഞാനാണല്ലോ അത് ഇടുന്നത്. ഇപ്പം ചില സാധനങ്ങൾ ഇപ്പം ഞാനായിരിക്കും ഇടുന്നത്. കാരണം വൈകുന്നേരം ചിലപ്പോൾ സ്റ്റാഫ് ഈ കറക്റ്റ് സമയത്ത് ഈ ഇൻസ്റ്റയുടെ ഒക്കെ അൽഗരിതം ഒക്കെ നോക്കി ഇടാനൊന്നും സ്റ്റാഫ് ഉണ്ടാവുകയല്ല ചിലപ്പോൾ. എന്നോട് പറഞ്ഞു അടിപൊളി പയ്യെന്ന് പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അയച്ചത്. ഇല്ല, അത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കള്ളം പറയാറുണ്ട്. പൊതുവെ അങ്ങനെ പറയാം. എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, ഞാനാണല്ലോ ഇട്ടെ കാര്യമായിട്ട് എടുക്കണ്ട. മറ്റേ പാട്ടൊക്കെ ഇട്ടിട്ട് ഞാനാണല്ലോ ഇടുന്നത്. അപ്പൊ എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്ന ഞാനൊന്നും ചെയ്തിട്ടില്ല. ഫോട്ടോ എടുത്തത് ഞാനല്ല, ഗ്രേഡ് ചെയ്തത് ഞാനല്ല, ഡിസൈൻ ചെയ്തത് ഞാനല്ല, ഒന്നും ചെയ്തത് ഞാനല്ല. ഞാൻ ആകെ ചെയ്തതന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ ഫൈനൽ ഒരു പ്രൊഡക്റ്റിനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. അവിടെ എൻ്റെ എക്സൈറ്റ്മെന്റ് എന്താണെന്നറിയോ, എത്ര ലൈക്ക് കിട്ടി, സുബിന് എത്ര റീച്ച് കിട്ടി, ഇത് എത്ര പേരിലേക്ക് ഇൻസൈറ്റ് എടുത്ത് നോക്കിയിട്ട് എത്ര പേരിലേക്ക് റീച്ച് ചെയ്തു, അതിന് എത്ര റേഷ്യോ ഉണ്ടായി, എത്ര കൺവേർഷൻ റേഷ്യോ ലൈക്കിലേക്ക് വന്നു, കമന്റിലേക്ക് വന്നു, ഷെയറിലേക്ക് വന്നു എന്നൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ അന്ന് നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വൈകിട്ടും ഒക്കെ വിളിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. കാരണം എന്റെ ഇന്റർവ്യൂ നിങ്ങളെടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് അതെങ്ങനെയുണ്ട് ആ വീഡിയോ റീച്ച് ചെയ്ത്, ഇതായിരുന്നു എന്റെ ടെൻഷൻ. ഞാൻ അതാ വിളിച്ച് ചോദിച്ചോണ്ടിരുന്നത്. സ്റ്റാഫിന്റെ അടുത്തൊരു കാര്യം പറയും, നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ മാഗസീൻ നമ്മൾ മന്ത്ലി ഇറക്കുവാണെങ്കിൽ 20 മാഗസീൻ, ഒരു 20 പേരുടെ സ്റ്റോറി ഉണ്ടാകും. നമ്മൾ സ്പാർക്കിലാണെങ്കിൽ ഒരാഴ്ച 2 വീഡിയോ വീതം അങ്ങനെ ഉണ്ടാകും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏതോ ഒരുത്തൻ്റെ ഏതോ ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതോ ഒരു സംരംഭകൻ്റെ ഏതോ ഒരു സ്റ്റോറി ആ സംരംഭകനെ സംബന്ധിച്ച് അവൻ്റെ ആദ്യത്തെ സ്റ്റോറിയാണ്. ആ സംരംഭകനെ സംബന്ധിച്ച് അവൻ ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഫോട്ടോ ആയിരിക്കും, അവൻ ആദ്യമായിട്ട് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂ ആയിരിക്കും. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അതേ എക്സൈറ്റ്മെന്റ് നിങ്ങൾ ഞാൻ വേറൊരു കാര്യം അപ്പോ ഇത് വലിയ കാര്യമാണ്. അതല്ല, അത് ശരിക്കും ഭയങ്കര കാര്യം. അതെനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ, എൻ്റെ ഒരു പാർട്ണർ ഉണ്ട്, അന്ന എന്നാണ് പേര്. ആളെ ഒരു കമ്പനി വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചു. ആള് രാവിലെ പോകുന്നു, മേക്കപ്പ് ചെയ്യുന്നു, മുടി കളർ ചെയ്യുന്നു, പരിപാടി ചെയ്യുന്നു, ഫുൾ സെറ്റ് ചെയ്യുന്നു, വൺ ഡ്രസ്സപ്പ് ചെയ്യുന്നു. അങ്ങനെ പോയിട്ട് ഇൻ്റർവ്യൂ എല്ലാം എടുത്തു. അവസാനം നമ്മളത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അല്ലല്ല, പബ്ലിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതാണ് ഞാൻ ചെയ്യും. ഇല്ല, എഡിറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും നീ പറഞ്ഞത് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. ഇന്റർവ്യൂ വരെ ഫുൾ തന്നെ ആയിരിക്കും. ആണല്ലേ, അന്നെ എഡിറ്റ് ചെയ്ത് കളയില്ല. ഇതാണ് ആദ്യം പബ്ലിഷ് ചെയ്യുമ്പോൾ. അപ്പൊ ഈ എക്സൈറ്റ്മെന്റ് ഇല്ലേ, ഇപ്പൊ സുബിനെ സംബന്ധിച്ച് ഓഫീസിൽ അന്ന് ഇറങ്ങാൻ പോകുന്ന ഏതോ ഒരു വീഡിയോ, ഏതോ ആഴ്ചയിൽ ഇറങ്ങുന്ന ഏതോ ഒരു വീഡിയോ ആണ് സുബിൻ. പക്ഷെ സുബിനെ സംബന്ധിച്ച് സുബിൻ ചെയ്തേക്കുന്ന ആദ്യത്തെ ഇന്റർവ്യൂ, രണ്ടാമത്തെ ഇന്റർവ്യൂ മറ്റേ മൈഫിൻ, സുബിന്റെ ആദ്യത്തെ കവറാണ്, മാഗസിൻ കവറാണ്. സുബിന്റെ ആദ്യത്തെ പറഞ്ഞേക്കും, മറ്റൊരു നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യാലോ. അപ്പൊ അങ്ങനെ സുബിൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഭയങ്കര ഇപ്പൊ നമ്മൾ എഴുതുന്ന ഒരു 10 സെന്റൻസിലായിരിക്കും സുബിനെ കുറിച്ച് നമ്മൾ എഴുതുന്നത്. 10 ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒത്തിരി എഴുതാൻ പറ്റത്തില്ലല്ലോ.
അപ്പൊ ആ 10 സെന്റൻസ് നമ്മളൊരു കസ്റ്റമറെ കൊണ്ട് വായിപ്പിച്ചൊരു വാവ് ഫീൽ ഉണ്ടാക്കണം. ഈ വാവ് ഫീൽ ഉണ്ടാക്കുന്നതിന് പകരം ഇവരൊന്ന് ആടി തൂങ്ങിയിരുന്ന് എഴുതി കഴിഞ്ഞാൽ എന്നാ പറ്റും? അവർക്ക് ഏതോ ഒരു സ്റ്റോറിയാണ് സുബിന്റെ സ്റ്റോറി, ആദ്യത്തെ സ്റ്റോറിയാ. അപ്പൊ ഈ എക്സൈറ്റ്മെന്റ് ഞങ്ങൾ എപ്പോഴും പറയും, നിങ്ങൾ അവരായിട്ടൊന്ന് ചിന്തിച്ചേ, അവരായിട്ട് ചിന്തിച്ച അതേ എക്സൈറ്റ്മെന്റിൽ ഒരു റൈറ്റപ്പ് ഉണ്ടാക്കുക. എൻ്റെ ഇതിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സാധനം ഇതൊന്നുമല്ല. നമ്മുടെ ഇവന്റിന് അന്ന് അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ വന്നിട്ടുള്ളപ്പോ ഞാൻ മറ്റേ ഇവൻ എങ്ങനെയൊക്കെയോ ആയി പോയല്ലോ എന്ന് വെച്ചോണ്ടിരുന്നിട്ട് മറ്റേ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ പൊതുപ്രവർത്തനമൊക്കെ ഉണ്ട്. അച്ഛൻ ഈ സ്റ്റേജിലും കാര്യങ്ങളും അച്ഛൻ അടിപൊളിയായിട്ട് പ്രസംഗിക്കും, ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. അപ്പം ആ സ്റ്റേജിൽ അമ്മ കണ്ടിട്ടുള്ള അച്ഛനെയാണ്. അപ്പം അമ്മ അത് വന്നിട്ടാണെങ്കിലും അമ്മ ബാക്ക് സീറ്റ് ഇരിക്കും. അമ്മ വന്നിട്ടാണ് ഞാനന്ന് വരുന്നത്. അപ്പോൾ അമ്മ ആദ്യം വന്നിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ, ഇതാണ് ആദ്യം ചോദിക്കുന്ന ഒരു സാധനം. അപ്പം ഞാൻ അതുവരെ കട്ട് ഓണായിട്ട് ഇരിക്കുന്നത്. അപ്പം അമ്മ ഈ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കീർത്തി എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടെ വന്ന് വിളിച്ച് പോയി ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. അപ്പം ഞാനവിടെ സ്റ്റേജിൽ നിൽക്കുന്നു, പ്രസംഗിക്കുന്നു. അപ്പം ഞാൻ അമ്മയെ നോക്കിയിട്ടില്ല. അന്ന് ഇടയ്ക്കൊരു സമയത്ത് ഞാൻ അമ്മയെ നോക്കിയപ്പോഴത്തേക്ക് അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അപ്പം എനിക്ക് ഞാൻ അന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ വന്ന് പറഞ്ഞിട്ടേ കാര്യം ഞാനൊന്ന് പറഞ്ഞായിരുന്നു. അപ്പം എനിക്കതാ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം അവരുടെ കണ്ണിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ ഒരു സാധനമായിരിക്കും. അച്ഛൻ പറയുന്നത് അതാ. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഈ സ്റ്റോറി കൊണ്ട് ചിലപ്പോൾ ബ്രാൻഡ് ചെയ്യാനുണ്ടാകും, ചിലപ്പോൾ കച്ചവടം ഉണ്ടാകാം. അയാളെ വിശ്വസിച്ചിട്ട് അയാളുടെ ചുറ്റും ഒരു 10 പേരുണ്ടാകും. എന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്റ്റോറി വരുന്നു. ആ സ്റ്റോറി അവർക്ക് ബ്രാൻഡ് ചെയ്യാനുള്ളതായിരിക്കാം. ആ സ്റ്റോറി അവർ ഒരു മെറ്റയിൽ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതായിരിക്കാം. ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് 10 or 30 പേരുണ്ടാകും. അപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ സ്റ്റോറി ഞങ്ങൾക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാലും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു സാധനം, ഓരോ സ്റ്റോറി ചെയ്യുന്ന ആൾക്കാരും ഓരോ രൂപ നമ്മളിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും അതിൽ നിന്ന് എന്തോ ഒരു സാധനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. പല വർഷങ്ങളും ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിൽ സന്തോഷം, വേറെ ഒന്നും എനിക്കൊരു പ്രശ്നമായിട്ട് അത് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ 1 രൂപ മുടക്കുന്ന ബ്രാൻഡിങ്ങിന് വേണ്ടിയോ മാർക്കറ്റിങ്ങിന് വേണ്ടിയോ മുടക്കുന്ന ഒരു സംരംഭകൻ ആഗ്രഹിക്കുന്നത് അവന് 2 രൂപ തിരിച്ചു കിട്ടണം. അപ്പം നമ്മൾ 2 രൂപ തിരിച്ചു കിട്ടാൻ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് 1.5 രൂപയെ കിട്ടത്തുള്ളൂ. നമ്മളൊരു 10 രൂപ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നെങ്കിൽ ചിലപ്പോൾ അവന് 2 രൂപയോ 3 രൂപയോ, ചിലപ്പോൾ അത് 5 രൂപയാകാം, ചിലപ്പോൾ 100 രൂപയാകാം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബ്രാൻഡ് ഇത്രയും കാലം നിലനിൽക്കാനും നമുക്ക് ഇത്രയും നമ്മൾ പണിയെടുക്കുന്നത് അങ്ങനെയായിട്ടാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിലാണെങ്കിലും സംരംഭത്തിന്റെ റോള് വലുതാ. ഞാൻ പറയും പറഞ്ഞു പറയിപ്പിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അല്ല സുഖം, നമ്മൾ തോറ്റുപോയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഭയങ്കര പൂർണ്ണമായിട്ടും ജയിച്ചതല്ല. നമ്മൾ സ്റ്റോറി ചെയ്തിട്ട് ഒരു മനുഷ്യൻ കാണാനായിട്ട് നമ്മളോട് നിങ്ങളുടെ സ്റ്റോറി റീച്ചും ഉണ്ടായില്ല എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. നമ്മൾ ശരിക്കും ചെയ്യാനിട്ടൊന്നുമല്ല. നമ്മൾ ശരിക്കും നമ്മുടെ 100% ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് വർക്കാവില്ല. ഒരു സിനിമ പോലെ തന്നെയാണ് ഒരു സ്റ്റോറി ചെയ്യുന്നതും. ഇപ്പം മോഹൻലാൽ ഒരു മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഫ്ലോപ്പ് ആവാനാണോ? അല്ലല്ലോ. ഇപ്പോൾ വിജയ് ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നും പറഞ്ഞിട്ട് വന്നത്. ഇപ്പോൾ ആ സിനിമയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണം. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അവർ തോക്കാൻ വേണ്ടി ചെയ്യണമെന്നില്ല, നമ്മളും തോക്കാൻ വേണ്ടി ചെയ്യണമെന്നില്ല. ഇത് ജനങ്ങൾ സ്വീകരിക്കണം. ചില സാധനങ്ങളുടെ ഫോർമുല ഒന്നും എന്ത് ചെയ്യില്ല, സെറ്റാവത്തില്ല. അത് ആൾക്കാർ പറയും നമ്മൾ അവരെ തഴഞ്ഞു എന്നൊക്കെ പറയും. ശരിക്കും തഴയണമൊന്നുമില്ല, നമ്മൾ പരമാവധി പണിയെടുക്കേണ്ട കയറാണ്. ഞങ്ങൾക്കൊരു വിശ്വാസമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പല കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പറയാറുണ്ട്, നിങ്ങൾ ഇറങ്ങി തിരിച്ചോ, നിങ്ങളുടെ കഥ പറഞ്ഞോ. ചിലര് പറയും എൻ്റെ കഥ ആരോടും പറയാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ ഭയങ്കര സംഭവമാണ്, എൻ്റെ പണ്ടത്തെ കഥയിലൊന്നും എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല, അതൊക്കെ മാഗസിനിൽ എഴുതി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമാകും എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ആൾക്കാർ. നിങ്ങൾ ധൈര്യമായിട്ട് കഥ പറഞ്ഞോ. കാരണം നിങ്ങൾ ധൈര്യമായിട്ട് കഥ പറഞ്ഞോ. ഒരു കസ്റ്റമർക്ക് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നീ കഥ പറയുന്നതാണ് മെയിൻ സാധനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് പോഡ്കാസ്റ്റ് കണ്ടന്റ് കൂടുതലായിട്ട് ചെയ്ത് ഞാൻ ഓഫീസിൽ വന്ന സമയത്ത് എന്നോട് അത് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പോഡ്കാസ്റ്റ് കണ്ട് കൂടുതൽ ചെയ്ത് ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നോക്കുന്നത് പോഡ്കാസ്റ്റ്. അല്ല എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇപ്പം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇപ്പം ഞങ്ങളോട് ചോദിക്കേണ്ട സംരംഭത്തിൽ സ്റ്റോറി ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, സംരംഭത്തിൽ സ്റ്റോറി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ കച്ചവടം കൂടും. ഞങ്ങൾ ഇങ്ങനെ സംരംഭത്തിൽ സ്റ്റോറി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ഈ എടുത്ത ഇത്രയും മണിക്കൂർ ഒരു നെഗറ്റീവ്സ് ആയിരുന്നു. പക്ഷെ നമ്മളവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ സുബിന്റെ കഥ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, അമ്മയുടെ സന്തോഷം. അപ്പോൾ സുബിൻ അവിടെ ഒരു മെറിറ്റ് തന്നെ. അവിടെ ഇപ്പം തിങ്കൾ സജീവേട്ടൻ ഹിറ്റായ ഒറ്റ പോയിന്റിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ മോളുടെ പേരാ തിങ്കൾ, ഞാൻ അതിനകത്ത് മായം ചേർക്കില്ല. അത്രയും ഇമോഷണൽ കണക്ടിവിറ്റി കൊടുക്കാൻ ഒരു ബ്രാൻഡിന് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. മനുഷ്യൻ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മൾ അവരെ പറ്റിക്കില്ല എന്ന് തോന്നിയാൽ മതി. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങൾ എന്നെ പറ്റിക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായാൽ മതി. ആ വിശ്വാസമാണ്
നമ്മുടെ ജീവിതം ചെങ്കു പറ്റിച്ചേക്കുന്നവരൊക്കെ പുറകെ വരുമോ? പറയട്ടെ, താഴെ കമന്റ് ആയിട്ട് പറയട്ടെ. പറ്റിച്ചേക്കണമെന്ന് വെച്ചാൽ നമ്മൾ വഴക്കുണ്ടാക്കിയേക്കണവരുണ്ട്. ധൈര്യമായിട്ട് പറയാം. നമ്മൾ 100 സ്റ്റോറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 70 വിജയിച്ചിട്ടുണ്ടാവും, 30 തോറ്റുപോയിട്ടുണ്ടാവും. നമ്മളൊരു 100 പേരായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 പേര് നമ്മളോട് ശത്രുതയുള്ളവരുണ്ട്. എന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ പേരുണ്ടാവും അങ്ങനെ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണ്ട, അവർ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞോട്ടെ. പക്ഷേ നമ്മളതൊന്നും ചെയ്തിട്ടൊന്നുമല്ല ശത്രു ആവുന്നത്. നമ്മുടെ അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ശരിയായിരുന്നു. പിന്നീട് കൂട്ടിയും കുടിച്ചൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ശരിയും തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാം. പിന്നെ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ശരിയാണെന്നാ. വഴക്കുണ്ടാവില്ലെന്ന് ആഗ്രഹിക്കും. ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നത് ഞാൻ ശരിയാണ്, ഞാൻ തെറ്റാണെന്ന് ആരാ വിശ്വസിക്കുന്നത്? ഞാനും വിശ്വസിക്കുന്നില്ല, സുബിനും വിശ്വസിക്കുന്നില്ല, അന്യം വിശ്വസിക്കുന്നില്ല. ശരിയും തെറ്റും അത്രേ ഉള്ളൂ. പക്ഷേ പുറമേ നോക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ നമ്മൾ പരമാവധി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ തവണയും റെക്ടിഫൈ ചെയ്യുന്നുണ്ട്, തിരുത്തുന്നുണ്ട്. തെറ്റാ പറ്റിയത് തിരിച്ചറിയുമ്പോൾ നമ്മൾ പോയി സോറി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്തങ്ങനെ തെറ്റാണെന്ന്. നമുക്ക് അത്രയല്ലേ മനുഷ്യനോട് എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു സോറി പോയി പറയുക. ഇപ്പം ഞാൻ അന്നോട് പലപ്പോഴും ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും, അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഞാൻ അന്ന അങ്ങനെ ചെയ്യാറുണ്ടാകുമായിരിക്കും. അന്നെ ചിന്തിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കാണാറുണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യും, നേരെ പോയി അന്നോട് സോറി പറയും. ചിലപ്പോൾ അന്നെ ഇതുപോലെ തന്നെ പറയും. സുബിനോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞു, അല്ല ഇപ്പം ഞാൻ സുബിൻ ഒരു കാര്യം ചെയ്തത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല, ഞങ്ങൾ എന്താ ഫസ്റ്റ് വന്നത്, സുബിനെ ക്ഷമിക്കണം. അത് വലിയൊരു കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ച്. അത് പറയാൻ പറ്റും. നമ്മളൊരു കാര്യം ചെയ്തു, ഇത് റിവൈസ് ചെയ്തിട്ട് നമുക്ക് റിവൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ, ജീവിതത്തിൽ റീടേക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞത് കഴിഞ്ഞു പോയി. പിന്നെ പറ്റുന്നൊരു കാര്യം സോറി പറയുക, പറ്റിപ്പോയി എന്ന് പറയുക. പിന്നെ അങ്ങനെയാണ്. ഞാനും എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ്, സുബിനും മനുഷ്യരെ പോലെ. എല്ലാവർക്കും ഒത്തിരി പറ്റുള്ളൂ. അല്ല ഇപ്പം അന്ന് ഞങ്ങൾ ഇപ്പം നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് സുബിനോട് സോറി പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. അപ്പോൾ സുബിന് ഇവിടെ തോന്നി എന്താ, ശരി ഇപ്പൊ ഈ ചേട്ടനും ചേച്ചി ഇവിടുന്ന് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ ശരിയാവില്ലല്ലോ. കുഴപ്പമില്ല, നമുക്കത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നത്, ഇതിനേക്കാളിലും ബ്രാൻഡിങ് ആണല്ലോ, കവർ ആണല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോഞ്ച് ആണല്ലോ, ഇതിനേക്കാളിലും എനിക്ക് വരുന്നതാ അമ്മയുടെ കാര്യം പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അവിടെ എന്താ അപ്പം അന്ന് പക്ഷെ സുബിനൊരു കാര്യം ചിന്തിച്ചു, ഞങ്ങളുടെ പേര് മാത്രമേ അവിടെ പോകുന്നുള്ളൂ, ഞങ്ങളുടെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പകരം അവരെ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. ഞങ്ങൾ അപ്പൊ തന്നെ പോകുന്നത്. അന്ന് നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ചെയ്തിട്ട് എല്ലാം വിജയമൊന്നുമല്ല, ഒരെണ്ണം തോറ്റുപോയി. എന്ത് ചെയ്യാൻ പറ്റും, തോറ്റുപോയി. അല്ല അന്ന് ഞങ്ങള് സുബിന്റെ മുമ്പിൽ തോറ്റുപോയവരാ. പക്ഷെ ഞാൻ ഇന്ന് ഈ ദിവസം വരെ വെച്ചിട്ട് പറയാം, എനിക്ക് ഈ വന്നതിലും അല്ലെങ്കിൽ സംരംഭം കാരണം ഉണ്ടായ ഉയർച്ചയിലും എല്ലാം എനിക്ക് ഏറ്റവും സന്തോഷവും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നന്ദി നിങ്ങളോട് ജെന്യൂൻ ടെസ്റ്റിമോണി. ഇത് കട്ട് ചെയ്ത സംരംഭത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഒരു സാധനം ഇപ്പൊ എന്റെ അമ്മയുടെ കണ്ണിൽ മോനെ അഭിമാനത്തോടെ കാണുന്നത്, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. എനിക്ക് കാശിനെ അല്ലെങ്കിൽ ഉള്ള കാര്യം എനിക്കതാ. അതെ, അതാകണം. നമ്മള് ഒരുപാട് പൈസയോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പൊസിഷൻസ് ഒന്നും അല്ല വലിയ കാര്യം. ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന കുറേ മൂല്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ആൾക്കാർ പറയും പൈസ ഉണ്ടാക്കണമല്ലേ വണ്ടി ഓടിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം BMW മേടിച്ച് അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഓടിച്ചു, എനിക്കൊരു സന്തോഷമില്ല. എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, എൻ്റെ അനിയൻ അതിലിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് പോകുമ്പോഴേ നമുക്ക് സന്തോഷമുള്ളൂ. അല്ല നമ്മൾ ഈ കാശുണ്ടാക്കി നമുക്ക് കുടുംബം കൂടുതലെങ്കിലുണ്ടോ? കാര്യമില്ല. ഇപ്പം നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ കിട്ടത്തില്ല വൈകിട്ട് ഫാമിലി ടൈം. അപ്പം അതാണ് നമ്മുടെ സന്തോഷം. അതെനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പിള്ളേർക്ക് ക്ലാസ് ഉണ്ട്. അപ്പം എനിക്കൊരു മോനും രംഗൂനൊരു മോളുമാണ്. മോൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രംഗൂനും മോന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവരെ നമ്മൾ അല്ലാത്ത ദിവസം കാണുന്നില്ല, കാരണം ഇവർക്ക് രാവിലെ 7:30 ക്ലാസ്സിൽ പോകണം. അപ്പോൾ അതുവരെ ഞങ്ങൾ കഴിയുമ്പോഴേക്കും പിള്ളേർ കിടന്നുറങ്ങും. പിന്നെ ഈ ക്ലാസ് ഇല്ലാത്ത 2 ദിവസം ഉള്ളല്ലോ, ശനി ഞായറും. അപ്പോൾ ശനിയാഴ്ച രാവിലെ എഴുതേക്കണ്ട, ഞായറാഴ്ച രാവിലെ എഴുതേക്കണ്ട, വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച വൈകിട്ട് അതുവരെ ഞങ്ങൾ നേരത്തെ വീട്ടിൽ പോകും. അപ്പം ഈ തീരുമാനം എടുക്കുന്നത് ഭയങ്കര പാടാണ്. കാരണം ഈ കച്ചവടക്കാരൊക്കെ വൈകുന്നേരം ഒന്ന് നമുക്കൊരു ചായ കുടിക്കാൻ പോവാം, അല്ലെങ്കിൽ നമുക്കൊന്ന് വൈകുന്നേരം ഒന്ന് എവിടെയെങ്കിലും ഇരിക്കാന്നൊക്കെ പറയുന്നത് വെള്ളിയാഴ്ച ശനിയാഴ്ച ആയിരിക്കും, ഈ വീക്കെൻഡിലായിരിക്കും. നമ്മൾ അവിടെ അന്നേരം എടുത്തിരിക്കുന്നത് ഒരു കല്യാണം തന്നെ നമുക്ക് വരുന്ന ഞായറാഴ്ച ആയിരിക്കും. എല്ലാ കല്യാണവും ഞായറാഴ്ച ആയിരിക്കും. വലിയൊരു ഡിസിഷനാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. വെള്ളി ശനി ഞങ്ങൾ നേരത്തെ വീട്ടിൽ പോകും. ഞായറാഴ്ച നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. അത്ര ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ. ഇത് ഷൂട്ട് ചെയ്യുന്ന ശനിയാഴ്ച വെള്ളിയാഴ്ച. പക്ഷെ എന്റെ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇന്നലെ സുബിനോട് പറഞ്ഞല്ലോ, സുബിനെ അയ്യോ ഇന്ന് വെള്ളിയാഴ്ച. അപ്പൊ സുബിൻ നേരെ അയ്യോ ഇന്ന് ഫാമിലി ടൈം അല്ലേ. ഇല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഇതറിയാം. വെള്ളി ശനി ഞങ്ങളുടെ അവൈലബിൾ ആയിരിക്കില്ല വൈകുന്നേരം. അപ്പൊ ഇത് നമ്മൾ എടുക്കുന്ന വലിയൊരു തീരുമാനമാണ്. കാരണം എല്ലാവരും വീക്കെൻഡ്സിലാണ് ഒന്ന് ഫ്രീ ആയിട്ട് കൂട്ടുകാരുടെ കൂടെ. ഇപ്പം ഞങ്ങളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ കച്ചവടക്കാരാണ്. അത് നിങ്ങൾ ഈ
വർക്കും ലൈഫോടുള്ള ഒരു ബാലൻസ് കറക്റ്റ് ആയിട്ട് അത് എന്ത് കാര്യമാണെങ്കിലും അല്ല ഇതെന്ന് വെച്ചാല് കഴിഞ്ഞു പോയില്ലേടോ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ടുള്ളൂ. ഈ ക്യൂട്ട്നെസ്സും ഇപ്പൊ അവര് നമ്മളോട് കാണിക്കുന്ന സ്നേഹവും നമുക്ക് അവരോട് ഇപ്പൊ നമുക്ക് അവരെ പിടിച്ച് കെട്ടിപ്പിടിക്കാം, മടിയിലിരുത്താം, പുന്നാരിക്കാം ഒക്കെ ചെയ്യാം. ഇച്ചിരി വലുതായതൊക്കെ പറ്റുമോ? പറ്റത്തില്ല. ഒരു 13 ടീനേജിലേക്ക് കടന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ ഏറ്റവും വലിയ ശത്രു മക്കളായിരിക്കും ചിലപ്പോൾ നമുക്ക്. അവർക്ക് പറയാം അച്ഛൻ പറഞ്ഞ ഒന്നും ശരിയല്ല, അമ്മ പറഞ്ഞ മുഴുവൻ തെറ്റാണ്. എല്ലാ കുടുംബത്തിൽ നിന്നും നമ്മൾ കേട്ടങ്ങനെയാണ്. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ അങ്ങനെ പറയണമെന്നില്ല. എന്നാലും കുറച്ചൊരു വിൻഡോ കാലം, ഒരു വളരെ ചെറിയൊരു കാലമല്ലേ നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. നമ്മൾ ആ ഓരോ സമയവും സന്തോഷത്തോടെ ഇരിക്കുക. ഇതിപ്പോൾ വീട്ടിൽ കേട്ടാൽ കൊച്ചും ഭാര്യയൊക്കെ പറയും ഇവന് ഈ ഭാഗത്തേക്ക് മരുന്നില്ലല്ലോ എന്നൊക്കെ പറയും. എന്നാലും നമ്മൾ പക്ഷെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓടി ചെല്ലുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നമ്മളൊരു മനുഷ്യനല്ല, പല മറ്റേ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അപ്പം തന്നെ ചെയ്യണം. നമുക്ക് വേണ്ടിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം. കാരണം അച്ഛൻ്റെ കേസ് വന്നപ്പോഴാണ് ഞാനത് തിരിച്ചറിഞ്ഞൊരു കാര്യം. അത് പിന്നെ ഈ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ ഫാമിലി ടൈമിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആയിരിക്കും ഓരോ കല്യാണമൊക്കെ. അപ്പൊ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും വിളിച്ചിട്ടുണ്ടാവുള്ളൂ, ഫാമിലിനെ വിളിച്ചിട്ടുണ്ടാവില്ല. ഇച്ചിരി ദൂരെയൊക്കെ ആയിരിക്കും. നമുക്ക് എന്നവരോടുള്ള ബന്ധം വെച്ച് പോകാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ 4 പേരും പിള്ളേർ 2 പേരും ഞങ്ങൾ 6 പേരുടെ പോകും. പോയിട്ട് അവർക്ക് ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അതാണ് ഞങ്ങളുടെ അവരാ കാറില് ഒന്നെങ്കിൽ അവരാ കാറിലിരിക്കും, ഇല്ലെങ്കിൽ അവര് ഞങ്ങളവിടെ ഇറക്കി വിട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് പുറത്തെവിടെയെങ്കിലും പോയി പിള്ളേരെ കൊണ്ട് പാർക്കിൽ എവിടെയെങ്കിലും ഇരിക്കും. പക്ഷെ എല്ലായിടത്തും ഒന്നും ഈ സാധനം നടക്കില്ല. അയ്യോ നിങ്ങളുടെ കല്യാണത്തിനോട് ഞാനിങ്ങ് വരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ സമയമില്ല. പക്ഷെ ഈ ഇവിടുന്ന് അവിടെ വരെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയം നമ്മുടെ കൂടെ ഇരിക്കാമെന്നും നമുക്ക് അവരോട് ഇരിക്കാമെന്നും അവരും കൂടി തിരിച്ചറിയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കല്യാണത്തിന് പോയിട്ട് ഇപ്പം എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചൊരു ബോയ് ആണ്. അവള് കല്യാണത്തിന് പോയി, ഞാൻ അവിടെ പുറത്തിരിക്കണം. ഭയങ്കര സന്തോഷമായി എന്നെ കൊണ്ട് പോകാൻ. അല്ലെങ്കിൽ രംഗുവിന്റെ ഭാര്യനെ സംബന്ധിച്ച് പിന്നെ നീ പോകുന്നിടത്തേക്ക് ഞാനെന്തിനെ പുറത്തു വന്നിരിക്കുന്നേ. പക്ഷെ അവളെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷമാണ്. അവിടെ വരെ നമ്മുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ. അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി, അതാണ് എനിക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു അസറ്റ്. അതാ ലൈഫാണ്. അത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പ്രശ്നങ്ങൾ എല്ലാ ഫാമിലിയോട് പ്രശ്നങ്ങൾ കാരണം പറയട്ടെ. ഞാനിവളും തമ്മിൽ വഴക്കുണ്ട്, ഞാനെൻ്റെ ഭാര്യ തമ്മിൽ വഴക്കുണ്ട്, ഇവളും കെട്ടിനും തമ്മിൽ വഴക്കുണ്ട്. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളില്ലാതെ ഭയങ്കര സ്മൂത്തായിട്ടൊരു നേർരേഖ പോലൊന്നുമല്ല നമ്മുടെ ജീവിതവും പോകുന്നത്. കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇതിനൊക്കെ എന്തുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് സ്ഥായിയായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. ഒരു രാത്രിയാകുമ്പോൾ തീരാവുന്ന, അല്ലെങ്കിൽ ഞാൻ സംരംഭത്തിലേക്ക് മെയിൽ എത്ര റെസിഗ്നേഷൻ മെയിലിട്ടുണ്ടെന്ന് അറിയുമോ? അപ്പൊ അങ്ങനെ എല്ലാ റെസിഗ്നേഷൻ മെയിലും എല്ലാവരെയും മറ്റേ CC വെച്ചിട്ടായിരിക്കും ഇടുന്നത്. ഷീറ്റസിനാലും 10 മണി പോയാൽ ഓഫീസിലുണ്ടാവും. അപ്പൊ എന്നോട് ലേശം വിളിപ്പ്. അല്ല ഇതൊക്കെ ഒരു ഇങ്ങനെയാണേ വഴക്കുണ്ടാക്കി സ്നേഹിച്ചു, അതൊരു രസമല്ലേ. അപ്പോൾ എന്താണ് സംരംഭത്തിന്റെ ഭാവി പരിപാടികൾ? ഇപ്പോഴത്തെ ഒറ്റ ലക്ഷ്യം ഒക്ടോബറിൽ ഇവന്റാണ്. വേറൊരു ലക്ഷ്യമുണ്ട്. ഒക്ടോബർ ഇവന്റ് വേറൊരു ലക്ഷ്യം ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാൻ. അത് പിന്നെ പറഞ്ഞാൽ പോരാ, അതും ചെയ്തിട്ട് രണ്ടും ചെയ്തിട്ട് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ ചെയ്യാതെ നമ്മൾ പറഞ്ഞിട്ട് അവസാനം നടന്നില്ലെങ്കിൽ ആൾക്കാർ അമ്മമാർ വന്നിരുന്ന് വൻ തള്ളായിരുന്നു എന്ന് പറഞ്ഞാലോ. വീഡിയോ എടുത്തു, നിങ്ങൾ പറഞ്ഞ ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ സ്പാർക്കിയുടെ വീഡിയോ എടുത്തു. ഇവിടുത്തെ വലിയൊരു ബ്രാൻഡിന്റെയാ. അപ്പോൾ ബ്രാൻഡിന്റെ വീഡിയോ എടുത്തിട്ട് ഇതുവരെ ഞങ്ങൾ വീഡിയോ റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്യാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഓണറുടെ മകനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഓണർ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ ഓണറുടെ മകൻ സ്പാർക്കിലെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്ര ഷോപ്പ് തുടങ്ങും, ഞങ്ങളുടെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡായ ഇന്ന ബ്രാൻഡിനേക്കാളും ഞങ്ങൾ ഇന്ന വർഷം വിജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവന്റെ വിശ്വാസമാണ്, അവന്റെ കോൺഫിഡൻസ് ആണ്. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഒരു പവർ ഉണ്ടല്ലോ. നമുക്ക് തോന്നുന്നുണ്ട് ആ ബ്രാൻഡ് വളരെ പെട്ടെന്ന് തന്നെ 27 ഷോപ്പായി. പക്ഷെ ആ വീഡിയോ ഇടാനായിട്ട് അതിന്റെ പിതാവ് സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കാത്ത റീസൺ വെച്ചാൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് വോയിസ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ വീഡിയോ നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല, നമ്മൾ ഇത്രയും എക്സ്പെൻസ് മുടക്കി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം ഔട്ടായ ഒരു വീഡിയോ ഇറക്കിയില്ല എന്ന് പറയുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഈ അച്ഛൻ അയച്ച ഒരു വോയിസ് ആണ് ഞങ്ങൾക്ക് അദ്ദേഹം ഫോർവേഡ് ചെയ്യുന്നത്. ആ വോയിസിനകത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താ നീ ആദ്യം ഇതൊക്കെ ചെയ്ത് കാണിക്കുക, അല്ലാതെ ചെയ്യണേക്ക് മുന്നേ ഈ വാചകം അടിച്ചിട്ടൊന്നും കാര്യമില്ല, ചെയ്ത് കാണിക്കുക, ചെയ്ത് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഇടാന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും, ഞങ്ങൾ അത് ചെയ്ത് കാണിക്കട്ടെ. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യും. ആ ഒരു സംഭവമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വിട്ട് കളയും. പക്ഷെ ഒരു 10 പേരോട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അവരെ ബോധിപ്പിക്കാനെങ്കിൽ നമ്മൾ ചെയ്യും. പറഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാണും. ആ ഒരു സംഭവമുണ്ട്. ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഒരുപാട് ഉണ്ടാവുന്ന കാര്യമാണെങ്കിൽ ആദർശമൊക്കെ മാറ്റി
ചിലത് പറയാറുണ്ട്, ചിലതൊക്കെ വള്ളിയായിട്ടുണ്ട്. ഞാനത് നമ്മൾ മാത്രം നിർണ്ണയിക്കുന്നതല്ലോ, കുറേ ചുറ്റുപാടും കൂടെ അനുകൂലമായിട്ട് വന്നാലാണ്. സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട് ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 3000 പേരുടെ ഒരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്യുന്നത്. പ്രോഗ്രാമിന് അവിടെ 500 പേരെ വന്നുള്ളൂ എന്ന് കരുതും, നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ സാധനം നടന്നില്ലല്ലോ. നമ്മുടെ ആഗ്രഹം 3000 പേര് വരുന്നതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചെയ്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു, കോഡിങ് ചെയ്തു, ആൾക്കാരെ കണ്ടു, വിളിച്ചു, ക്ഷണിച്ചു. അന്നത്തെ ദിവസം ആൾ വന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ നോർത്തിലൊരു പ്രോഗ്രാം ചെയ്തു, ഒരു എഡ്യൂക്കേഷൻ എക്സ്പോ ചെയ്തു. നമ്മൾ 10000 പേരെ വിചാരിച്ചു. അതിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചു, പരസ്യം ചെയ്തു, എല്ലാം ചെയ്തു. 30ഓളം ബ്രാൻഡുകൾ സ്റ്റാളും ഉണ്ട് നോർത്തിൽ. മധു ഭാസ്കർ വന്ന് ട്രെയിനിങ്ങും കൊടുത്തു. 800 പിള്ളേരെ വന്നു. നമ്മൾ തോറ്റുപോയൊരു പ്രൊജക്റ്റാണ്, പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ തോറ്റുപോയതാണ്. നമ്മൾ പരമാവധി ശ്രമിച്ചു. എല്ലാ കവലയിലും ഞാൻ തന്നെ അവസാനം ഒട്ടിച്ചെത്തണില്ല എന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ മൈദ മുക്കി പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. പോസ്റ്ററിലും ഇതിലൊക്കെ പോയി ഒട്ടിച്ചു, കോഡിങ് ചെയ്തു. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തു. ഭയങ്കര നഷ്ടം വന്നു. വന്ന 30 പേർക്കും കാശ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. സ്പാർക്കില് ബിസിനസ്സുകാരുടെ അല്ലാത്ത കുറച്ചുപേർ ഇന്റർവ്യൂ എടുത്തു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വൈറലാകും ഇന്റർവ്യൂ. ഒരു 2 സിനിമാക്കാര്, ഒരു പാർട്ട്നേഴ്സാണ് ഇതുപോലെ. അവരുടെ ഇന്റർവ്യൂ എടുത്തു. 3000 വ്യൂസ് വന്നു. 3000 വ്യൂസ് വന്നുള്ളൂ. ഒരു പയ്യൻ, അവന്റെ വീഡിയോ ഇപ്പൊ ഹിറ്റായി. ആംപ്യൂട്ടി ഫുട്ബോളിന്റെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ. ആംപ്യൂട്ടി ഫുട്ബോളിന്റെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ, അത് വൈകല്യമുള്ളവരുടെ കാലിൽ ഒറ്റക്കാലും. നമ്മുടെ പ്രതീക്ഷ എന്താ? അവർ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ ഉണ്ട്, ഒറ്റക്കാലിട്ട് കളിക്കുന്ന മോട്ടിവേഷൻ പീക്ക് 2500 വ്യൂസ് അത്രേ വന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ തെറ്റുകളൊക്കെ പറ്റുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മേഖല അതല്ല. നമ്മുടെ മേഖല പക്ഷെ ബിസിനസ്സുകാരുടെ വീഡിയോ വന്നിട്ട് റീച്ചായി. ഇതൊക്കെ തുടക്കഘട്ടത്തിലായിട്ട് 2019 സ്പാർക്കിന് എല്ലാവർക്കും അറിയാവുന്നതും ബിസിനസ്സുകാരുടെ. ഞങ്ങൾ പക്ഷെ പരീക്ഷ നോക്കിയിട്ടുണ്ട്. ബിസിനസ് അല്ലാതെ ഞാൻ ഞങ്ങൾ പരീക്ഷ നോക്കി തോറ്റുപോയെന്ന് പറഞ്ഞു. നമുക്ക് ഈ പരിപാടി വേണ്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഒരു വൈശാഖിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡ് ആവുന്ന രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. അത് പക്ഷേ നല്ല വൈറലായി. നല്ല വൈറലാ. 500 ഗ്യാങ് പിന്നെ ഈ പറഞ്ഞതുപോലെ ചിലത് ശരിയാകും, ചിലത് ശരിയാകൂല. എന്റെ എന്ത് ശരിയായത് പറയുന്നതിനെ കുറിച്ച് പൊക്കി പറയാൻ എന്നെ പറ്റി പൊക്കി പറ. അത് പറഞ്ഞില്ല, അത് മാത്രം മര്യാദയ്ക്ക് പറയുന്നില്ല. അത് പറയുമ്പോ എല്ലാത്തിനും ഫ്ലോ ആയി. കുറച്ച് ഞാൻ ഫ്ലോ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ, അത് മാത്രം മതി. പറഞ്ഞോ, പൊക്കി പറഞ്ഞു. ഒച്ചൊന്നും കേൾക്കുന്നില്ല, കുഴപ്പമില്ല. അല്ല അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഞാൻ 30 വയസ്സേ ഉള്ളൂ, നിങ്ങൊരു 35 വയസ്സേ ഉള്ളൂ. എന്റെ പ്രായം എന്തിനാ ഇവിടെ പറഞ്ഞു? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നിന്നോട് ഇവിടെ എന്റെ ഏജ് ചോദിച്ചോ? എന്റെ പ്രായം എനിക്ക് പറയണം. നിന്റെ പ്രായം നീ പറഞ്ഞു, ആദ്യം പറഞ്ഞു. എന്റെ ഫാൻസിന് സങ്കടം. അപ്പൊ രംഗത്തിലെന്താ വയസ്സിലെ സംരംഭമാകുന്നേ? നീ എന്റെ പ്രായം ചോദിക്കില്ലേ? ഇപ്പൊ നിന്നോട് ഞാൻ പറയും, ഞാൻ അത്രയല്ല, ലേറ്റ് 20s. 18-19 വയസ്സിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2016 കാലഘട്ടത്തിന് അല്ലേ? അപ്പം ഈ ബിസിനസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യം. ചില തീരുമാനങ്ങൾ ഭയങ്കര മണ്ടത്തരമായിരിക്കാം. അപ്പം ചില തീരുമാനങ്ങൾ ഭയങ്കരമായിട്ട് കയറിപ്പോകും. അത് ചിലപ്പോൾ കോയിൻസിഡൻസ് ആയിട്ടൊക്കെ സംഭവിക്കുന്ന കുറെ നല്ല ആക്സിഡൻസ് ആയിരിക്കും. ഈ സാധനം എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് എല്ലാവരും എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടും ഈ ജോലി സാധ്യത കൂടുതൽ കിട്ടുന്ന സാധനങ്ങൾ. ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ട്, എല്ലാവരും പുറത്തേക്ക് പോവാം. എല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. പുറത്ത് ഇവിടെ മറ്റേ വീട്ടിലൊരു ചൂലെടുത്ത് അടിച്ചു പറ്റില്ലാത്തവരും അവിടെ പോയിട്ട് എന്ത് പണിയിട്ട് പാത്രം കഴുകാനോ എന്ത് പണിയെടുക്കാനും തയ്യാറാണ്. ഇവിടെ അതിനുള്ളൊരു സിസ്റ്റം ഉണ്ട്, കൾച്ചറുണ്ട്. ഇപ്പം അവിടെ പോയി അവിടെ ചെന്നിട്ട് സെക്കൻഡ് ഹാൻഡ് ഒരു BMW മേടിക്കുന്നത് ഭയങ്കര സംഭവം അവർക്ക്. നമ്മുടെ നാട്ടില് ഇതിന്റെ പകുതി പണിയെടുക്കണ്ട. ചിലപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് പണിതാൽ മതിയായിരിക്കും. അത് ചെയ്യാൻ പലപ്പോഴും ഇവിടുത്തെ പിള്ളേർക്കൊരു മടിയാണ്. ഈ മടി എന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതിന് ലോൺ എടുക്കും, വീട് പണയം വെക്കും, എന്നിട്ട് UK പോകും. പിന്നെ നിനക്കൊരു കാര്യമുണ്ട്, നിന്നെ കുറിച്ച് ഉയർത്തിപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും തോറ്റുപോയത് കൊണ്ട് നിനക്ക് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. പിന്നെ നിനക്ക് ഇതേ വഴിയുള്ളൂ. എന്താ മ്യൂട്ടാക്കി. പക്ഷേ ഞാൻ പറഞ്ഞില്ല, സുബിൻ മാത്രമല്ല കേട്ടോ. കുറച്ച് നമ്മൾ ഈ ഒരു യാത്ര, ഇപ്പം ഞാൻ 5 വർഷമായി ഈ ഒരു സംരംഭ യാത്ര തുടങ്ങിയിട്ട്. ഈ ഒരു 20 വയസ്സ്, ഞാൻ വല്ലതും പറയണോ? 20 വയസ്സ് 30 വയസ്സിനിടയ്ക്കുള്ള പിള്ളേരെ ജീവിതത്തെ അത്ര സീരിയസ് ആയിട്ട് കാണാത്തൊരു വിഭാഗം പിള്ളേരുണ്ട്. അവർക്കിടയിൽ നിങ്ങളൊരു മാതൃക. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ ജീവിച്ച്, ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത്, ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്ത്, ഇവിടെ നമുക്ക് നല്ലൊരു ജീവിതം
എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് കുറെ പ്ലാനുള്ള ബിരിയാണി. എനിക്ക് ഷോപ്പിങ്ങിന് പോകണം. എന്നിട്ട് ബിരിയാണി വാങ്ങിച്ചെടുക്കും. അത് വലിയ കാര്യം. 2 കൊടുക്കുന്ന മൂല്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ സുബിൻ ചേട്ടാന്നും ചേച്ചിന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു സ്നേഹം തോന്നും സുബിനോട്. ബട്ട് ഫേക്ക് അല്ല. പക്ഷെ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ പക്ഷെ ഫേക്കാ. ഇപ്പൊ ഈ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ജെൻസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവര് വലുതായി വരുമ്പോൾ എന്താവുന്നത് ദൈവം തമ്പുരാനറിയാം. അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. ഇപ്പൊ എന്റെയൊക്കെ കൊച്ചുങ്ങൾ വലുതായി വരുമ്പോൾ എന്താകുമെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ അല്ലാത്തൊരു ഭാഗമുണ്ടല്ലോ, കുറച്ച് അടിച്ചുപൊളി, കുറെ ഇൻസ്റ്റാഗ്രാം റീൽസ്, കുറെ വീഡിയോ, ഒരു വണ്ടി എങ്ങനെയും എടുക്കണം, അതുകൊണ്ട് കുറെ കറങ്ങാൻ പോകണം, കുറെ യാത്ര ചെയ്യണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ എവിടുന്ന് കാശുണ്ടാക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതെങ്ങനെയൊക്കെ വരും, അത് നമുക്ക് നോക്കാം. പക്ഷെ അവിടെ ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറയുന്നൊരു സാധനമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും വലിയൊരു സംഭവം എന്താ പറയുക, ഇവിടെ വരുന്നവരെല്ലാം ഈ ആഗ്രഹമുള്ളവരാണ് വരുന്നത്. പക്ഷെ അവർ ആർക്കും വർക്ക് ചെയ്യാൻ വയ്യ. അതാണ് നമുക്ക് ഈ വർക്ക് ചെയ്യാതെ കാശ് ഉണ്ടാക്കുന്ന ടെക്നോളജി ഉണ്ടാക്കുവാണെങ്കിൽ വൻ ഹിറ്റായി. ഏറ്റവും ബെസ്റ്റ് ബിസിനസ് അതായിരിക്കും. സുബിൻ രാത്രി 10 മണിക്ക് വിളിച്ചാലും ഞാനിപ്പോ സുബിനെ വിളിച്ചാലും സുബിൻ വർക്ക് ചെയ്യുമായിരിക്കും, സിസ്റ്റത്തിന് മുമ്പിലായിരിക്കും. 12 മണിക്കും അതെ. എപ്പോഴും സുബിനെയും ഒക്കെ കാണുമ്പോൾ സുബിൻ പറഞ്ഞു 2 ദിവസമായി ചേച്ചി ഉറങ്ങിയിട്ട്. ഈ നമ്മളൊക്കെ എങ്ങനെയും കിടന്നു. ഇപ്പൊ നിങ്ങൾ വരുന്നതിന് ഒരു 10-15 മിനിറ്റ് ചേട്ടനോട് കണ്ടിരിക്കും. അപ്പഴേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പെടുത്താം. എന്നെ തന്നെ നമ്മളിങ്ങനെ ഈ ഉറക്കം ഉളച്ചിരുന്ന് പണിയെടുക്കുന്നത് നമുക്ക് ഒരുപാട് പൈസ ഒന്നും ഉണ്ടാക്കാനൊന്നുമല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല സുബിനെ സംബന്ധിച്ച് അതിന് മാത്രം പൈസയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് വീട്ടിലെ കടങ്ങൾ തീർക്കാനുള്ള ആവശ്യമൊന്നുമില്ല. വീട്ടുകാരെ സുബിൻ കൊണ്ടുപോയി കൊടുത്താലും ഇല്ലെങ്കിലും അവര് സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. എന്നെയും കൊണ്ടില്ല ബാധ്യത. അല്ലല്ല, ചില ആൾക്കാരിങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞ ഒരു മാതൃകയാട്ടത്. സിന്തായിട്ടിന്റെ വിജയാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോയി. വളരെ സമയം കുറവരെങ്കോ 19 മണിക്കൂർ ഞാൻ ജോലി എടുക്കുന്നുണ്ട്. 14,000 കോടി ടണോറുള്ള മനുഷ്യൻ പറയുകയാണ് ഞാൻ 19 മണിക്കൂർ പണിയെടുക്കണം, 6 മണിക്കൂർ 7 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ എന്ന്. അപ്പോൾ വലിയ സംരംഭകരും ആക്ച്വലി ഇങ്ങനെ തന്നെ. അവർ കൂടുതൽ സമയം വർക്ക് ചെയ്യുക തന്നെ, അല്ലാണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ സിനിമയിൽ കാണുന്ന പോലെ ഫുൾ ടൈം ഉള്ളിറങ്ങുക, കള്ളുപിടിക്കുക, മറ്റേ ഉലകം ചുറ്റുക, അതൊന്നുമല്ല അവരുടെ പരിപാടി. അവരും എന്ത് ചെയ്യാം, എന്ത് ചെയ്യണം, വിശ്രമിക്കാൻ അനുവദിക്കരുതെന്ന് പറയും. അല്ല അത് തീർച്ചയായിട്ടും ഞാൻ എല്ലാ വലിയ ആൾക്കാരും നമ്മൾ കണ്ടാണ്. ആരാ പണ്ട് ഇപ്പൊ കൊച്ചോ സെബ് സാറ് ഇപ്പോഴും വർക്ക് ഓടിക്കാം. എനിക്ക് ഉറങ്ങുമ്പോൾ നമ്മൾ ഏതാണ്ട് തെറ്റ് ചെയ്യുന്ന പോലെ ആ ഒരു ഫീലാ. കാരണം ഞാൻ ഒരു ദിവസം ഒന്ന് നേരത്തെ പക്ഷെ ഒരു ദിവസം ഞാൻ നേരത്തെ ഇറങ്ങാന്ന് വെച്ചാൽ അത് 1 മണിക്കാണ്. നേരത്തെ ഉറങ്ങാന്ന് വെച്ചിട്ട് 1 മണിക്ക് ഉറങ്ങാൻ പോയിട്ട് ആകാശനോടൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ്, ഒരു പയ്യൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേക്കുന്ന. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ആകാശിനെ വിളിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, എടാ നമ്മുടെ പയ്യന്മാരിവിടെ പണിയെടുത്തോണ്ടിരിക്കും, എന്നിട്ട് നമ്മൾ ഉറങ്ങി എങ്ങനെ? ഇതാ എൻ്റെ മൈൻഡ്. പിന്നെ ഞാൻ ഉറങ്ങിയില്ലെന്ന് അല്ല, വലിയ ഞാൻ പല ആൾക്കാരും നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം ഉറങ്ങുന്ന സമയങ്ങളിൽ ഒഴിച്ച് ബാക്കി നന്നായി ഉറക്കം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി മിക്ക സമയത്തും അവരെന്ത് ചെയ്യുന്നുണ്ട്, നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുകയാണ് എന്താണ് പുതിയ ചെയ്യാൻ പറ്റും, എന്താണ് പുതിയ ചെയ്യാൻ പറ്റും. ഇപ്പം സുബിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നല്ല ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് മോശം ജീവിതാനുഭവങ്ങളുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഈ ഒരു 27-28 വയസ്സിൽ ചിന്തിച്ച് അതിനെ ഒരു ജീവിതത്തിലൊരു ഏടായിട്ട് കൈപ്പിടിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം. ഇപ്പൊ ഇതിനെ എങ്ങനെയായിരിക്കും ഒരു മാസം എത്ര രൂപ കിട്ടും കൊടുക്കുന്നത്? ഞാനും ബിരിയാണി കഴിച്ചെടുക്കാൻ. പക്ഷെ ഞാൻ എക്സ്പെൻസീവ് ബിരിയാണി ഹയാത്തിന്ന് ജോലിയാണല്ലോ പറയട്ടെ. പിന്നെ ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് അത് നല്ല രസമാണ്. പിന്നെ ഫാമിലിനെ ചേർത്ത് പിടിക്കുന്നത്. ആദ്യം ഇപ്പം ഞാൻ ഇമോഷണലായി എൻ്റെ അമ്മയുടെ കാര്യം പറയുമ്പോ, സുബിനെ ഇമോഷണലായി സുബിന്റെ അമ്മയുടെ അച്ഛൻ്റെയും കാര്യം. ഞാൻ ഇമോഷണൽ ആയില്ലല്ലോ. അതെ അതെ, ഒന്ന് കട്ട് ചെയ്യണം. എനിക്ക് ഇമോഷണൽ ആവാനുള്ള വല്ല അവസ്ഥയിലുണ്ടോ നമുക്കൊന്ന് റീടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ആവാവുന്ന പഴംപുരിയുടെ കാര്യമാണ്. അപ്പൊ ഞാൻ കണ്ട് പറയുന്നത് അത് അലർജിയുടെ കാര്യം നടന്നേ. അങ്ങനെ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം. അപ്പൊ നമുക്കും ഇപ്പൊ എടാന്ന് വിളിക്കാനുള്ള ഒരു ഫ്രീഡം കിട്ടും. നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊരു ചേട്ടായിനെയും നമ്മുടെ കൂടപ്പറപ്പിനെയും ഒക്കെ വിളിക്കുന്ന ഒരു അനിയൻ അത് മതി, ഡെക്കറേഷൻ. ഇപ്പൊ നമ്മൾ അവനെ വിളിക്കില്ലേ, എടാ എന്നടാ വിശേഷം എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങളുടെ അടുത്ത് എന്നടാ മക്കളെ വിശേഷം എന്ന് ചോദിക്കാനുള്ളൊരു അറ്റാച്ച്മെന്റ്, അത് വലിയ കാര്യമല്ലേ. നാളെ ചിലപ്പോ
ജീവിതം നമുക്ക് ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവത്തുള്ളൂ. ഞങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ലൈഫിൽ എന്നാ നേടി, ഇത്രയും നിങ്ങൾ നടക്കുന്നുണ്ട്, നേരെ വെളുക്കുമ്പോൾ ഇറങ്ങി പോകുന്നതാ, എന്നിട്ട് പാതിരാത്രിക്ക് പണിയും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത്, നിങ്ങൾ എന്നെ ലൈഫിൽ നേടി, നിങ്ങൾ പൈസ ഉണ്ടാക്കിയോ, നിങ്ങൾ എന്നാ ജീവിതത്തിൽ നേടി, വീട്ടിൽ വെച്ചോ, കാറ് മേടിച്ചോന്ന് വെച്ചാൽ 2 കാറ് മേടിച്ചു കേട്ടോ. അപ്പം എന്നാ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പറയും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ബന്ധങ്ങളുണ്ട്. ഇനി നാളെ കാരണം ഞാനത് നിങ്ങളുടെ അടുത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം, ക്ലയൻസ് ആണെങ്കിലും ഒരു ക്ലയന്റ് ബന്ധമല്ല. ഇപ്പം എനിക്കാണല്ലോ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് നിങ്ങളായിട്ടുള്ള ഒരു സഹകരണവും കാര്യങ്ങളും എല്ലാം ആ ഒരു ബന്ധം. ഇതെല്ലാം ഇല്ലാണ്ടായി ജീവിതത്തിൽ. ഇതെല്ലാം നഷ്ടപ്പെട്ടു. കാറ് നഷ്ടപ്പെട്ടു, കഴിയുന്ന ഫോൺ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നഷ്ടമായാലും നമുക്ക് നഷ്ടമാകാത്ത ഒന്നും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധങ്ങൾ മാത്രം. ഒരിക്കലും പട്ടിണി കിടക്കണ്ടായിരിക്കും. കാരണം നമ്മൾ കാരണം ഒരാൾക്ക് നല്ലതുണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലതുണ്ടായിട്ടുള്ളൂ. അപ്പൊ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ബന്ധങ്ങളുണ്ടല്ലോ, ഇത് മാത്രമായിരിക്കും നമുക്ക് മുന്നോട്ടുള്ള ഒരു മൂല്യം എന്ന് പറയുന്നത്. സുബിനൊക്കെ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്. ഭയങ്കര എന്താ പറയുക, അത് ചിലപ്പോൾ അച്ഛനൊക്കെ എപ്പോഴും പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പം വീട്ടുകാർക്ക് അച്ഛനെ പോലെ ഞാൻ ഡോക്ടറാണ്, പക്ഷെ ഞാൻ അമ്മയെ പോലെ ടീച്ചറായിരുന്നു. പക്ഷെ ഞാൻ കാരണം വേറൊരു കുട്ടിക്ക് ഒരു നല്ലത് വരുമ്പോൾ അതാണ് നമ്മുടെ ഹൈ. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ മൂന്നുപേരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സിങ്ക് ആവുന്നത്. പിന്നെ സുബിന് ഒരു കോമ്പറ്റീഷൻ ഇല്ല. കാരണം ഇപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെയോ സംസാരിക്കുമ്പോൾ സുബിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പോലും സുബിൻ സംസാരിക്കുന്നത് ഭയങ്കര സ്നേഹത്തോടെയാ. അത് ഞങ്ങൾ ഈ ഒരു 3-4 ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ട് ടോപ്പിക്കാം. അല്ല, അതറിഞ്ഞില്ല. ഞങ്ങൾ എന്തോ കാര്യത്തിൽ സുബിനെ വിളിക്കുമ്പോൾ സുബിൻ വരും, അയ്യോ അച്ഛനെന്ന് വിളിച്ചു നോക്കി നടക്കുമായിരിക്കും. മനസ്സിലായോ? അത് ഒരിക്കലും ആരും പറയല, എനിക്ക് കിട്ടിയില്ല, കിട്ടണേ അവനാണെങ്കിലും കൊടുക്കണ്ട, ഇതായിരിക്കും ചിന്തിക്കുന്നത്. അതായത് നമ്മുടെ മലയാളികളുടെ ഒരു മനസ്സിലായി, എന്റെ വീട്ടിൽ കറണ്ട് പോയി അയനെ വിറ്റിത്തിറങ്ങിയിട്ട് നോക്കാം, അപ്പുറത്തവര് കണ്ടു ആശ്വാസം, എനിക്ക് മാത്രമല്ല അവനും ഇല്ലല്ലോ. ഈ ഒരു സാധനം അത് നമ്മുടെ ഉള്ളിലുള്ളൊരു സാധനമാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തവരാണ് ഇപ്പോഴത്തെ പിള്ളേര്. ഇതേ സാധനം നേരെ തിരിച്ച് സുബിൻ എന്നാ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അതേ വ്യക്തിക്ക് സുബിനോടുള്ള ആറ്റിറ്റ്യൂഡ് സെയിമാ. ഇത് രണ്ടും കാണുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഇത് സുബിൻ മാത്രമല്ല, സുബിനെ പോലെ നമുക്ക് കുറെ പേര് അങ്ങനെ, ഒരു ചേച്ചി ചേട്ടൻ, ഒരു അനിയൻ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പില് കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നല്ലൊരു ക്വാളിറ്റി അത് നഷ്ടപ്പെട്ടാൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ പലരും പറയും ഈ ബന്ധങ്ങളെ ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്തുകൂടെ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഈ ബന്ധങ്ങളെയൊക്കെ ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വരുമാനം ഉണ്ടാക്കാം. വേണ്ട, നമുക്ക് മാന്യമായി ജീവിക്കാനുള്ള വരുമാനം അല്ലാണ്ട് ഈ ബന്ധങ്ങളെ ക്യാപിറ്റലൈസ് ചെയ്യണ്ട. അതങ്ങനെ ഇരുന്നോട്ടെ. ഞങ്ങളുടെ അടുത്ത് ഒരു ദിവസം ഒരാളൊരു പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ടുവന്നു. കാരണം ഞാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ദുബായിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത്ര കോണ്ടാക്ട്സിന്റെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരാളൊരു പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ടുവന്നു. ഭയങ്കര രസമുള്ള പ്രൊജക്ട് റിപ്പോർട്ടായിരുന്നു. ആ പ്രൊജക്റ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വിത്തിൻ ഒരു 6 months കൊണ്ട് ഒരു 50 കോടി 100 കോടി ടേൺ ഓവറിലേക്കൊക്കെ എത്താൻ ഭയങ്കര എളുപ്പമായിരിക്കും. ആ പ്രൊജക്റ്റ് ആയിട്ട് ചെയ്തപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ, ഈ കച്ചവടക്കാര് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടൂള് മാത്രമാണ് നമ്മള്. അതങ്ങനെ ഇരിക്കട്ടെ, നമ്മൾ കൂടുതൽ അവരിലേക്ക് ഇൻവോൾവ് ചെയ്യാനൊന്നും പോകണ്ട. അവരവരുടേതായ രീതിയിൽ അവരുടേതായ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെയും കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സിനെയൊക്കെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നവരാണ്. അവിടെ അവരുടെ ഒരു മാർക്കറ്റിംഗ്, ഒരുപാട് മാർക്കറ്റിംഗ് ടൂൾ നമ്മുടെ കേരളത്തിലുണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ട്, പത്രമുണ്ട്, നമ്മളെ പോലെ മറ്റു സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് പേരുണ്ട്. വലിയൊരു സാഗരമാണ്, വലിയൊരു സാഗരമാണ്. നമ്മളതിനകത്തൊരു കുഞ്ഞൊരു പാർട്ട് മാത്രമാണ്. കുഞ്ഞു പാർട്ടൊന്നും പറയാൻ മീനും അത്രയൊക്കെ കൂട്ടിയാൽ മതി. അപ്പൊ അവരുടെ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് നമ്മൾ ഇരിക്കട്ടെ. ഇപ്പം ചില ആളുകൾ നമ്മളിലായിരിക്കും സ്റ്റോറി ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റോറി ഒക്കെ നമ്മളിലായിരിക്കും. ഒരു 5-6 മാസം കഴിയുമ്പോൾ മറ്റേ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഇവരുടെ പരസ്യം വരുമ്പോഴും മറ്റേ മനോരമയുടെ ജാക്കറ്റൊക്കെ ഇവരുടെ തേക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. അവിടെ ചിലപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്ന, ഞങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന മാധ്യമങ്ങൾ അവർ ചൂസ് ചെയ്യട്ടെ. അല്ല, ഒരു ബ്രാൻഡിൽ മാത്രം നിന്ന് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ മാത്രം സ്റ്റോർ ചെയ്യാൻ ലോകത്ത് ഒരു നല്ല ബ്രാൻഡിന് പറ്റില്ല. നമുക്കൊരു പോർഷൻ തരും, ബാക്കിയുള്ളവർക്ക് ഒരു പോർഷൻ കൊടുക്കും. അത് എല്ലാവരും ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ അങ്ങനെ മൂവ് ചെയ്യുക അല്ലേ. ഞങ്ങളിപ്പോൾ എല്ലാവരോടും പറയും, സംരംഭത്തിൽ മാത്രം സ്റ്റോർ ചെയ്തതുകൊണ്ടോ സംരംഭത്തിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പരസ്യം തന്നതുകൊണ്ടോ നിങ്ങൾ ബ്രാൻഡ് ആവില്ല. നിങ്ങൾ ഇന്ന് സംരംഭത്തിൽ തന്ന നാളെ നിങ്ങൾ ഫോബ്സിൽ വരാനുള്ള സ്വപ്നം കാണും. എൻ്റെ ലാസ്റ്റ് 2 ചോദ്യങ്ങൾ അതാണ്. ബ്രാൻഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഓൺട്രപ്രണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാധ്യമങ്ങളുണ്ട്. കാരണം ബ്രാൻഡിങ് പലരും ഫോക്കസ് ചെയ്യാറില്ല. അല്ല, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന റീച്ചിലാണ് വലിയ പ്രശ്നം. അതായത്
ഇപ്പോൾ ഫേസ്ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു മെറ്റാ സ്യൂട്ട് ഉണ്ട്. ഞാൻ അതിലേക്ക് ഒരു 10,000 രൂപ ആഡ് ചെയ്തു. റീച്ച് തരാൻ എന്ത് ചെയ്യും? മെറ്റയ്ക്ക് പറ്റും. മെറ്റ റീച്ച് തരും. അപ്പോൾ അവിടെ മനോരമയും മാതൃഭൂമിയിലൊക്കെ പരസ്യം കൊടുക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം വരും. കാരണം 10 ലക്ഷം പേരിലേക്ക് മനോരമ എത്തുന്നതെന്ന് പറയുന്നു. ഇതേ 10 ലക്ഷം പേരിലേക്ക് മെറ്റിൽ അതാണ് എന്ത് ചിലവുണ്ട്? വളരെ കുറവ്. അല്ലെങ്കിൽ ടി വിയിലൊരു പരസ്യം ചെയ്ത് വെച്ച് ചോദിക്കുന്നത് എന്ത് ചിലവ് വ്യത്യാസമുണ്ട്? പക്ഷേ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോ ബ്രാൻഡ്, ആ ബ്രാൻഡോട് നമ്മുടെ ബ്രാൻഡ് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്രാൻഡാണ്. 2, അവർ ട്രസ്റ്റ്. അവർ ഇത്രയും വർഷം കൂടി ഉണ്ടാക്കിയ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു പങ്കും കൂടെ നമ്മൾ എന്തിയാണ് മേടിക്കുകയാണ്. ഇത് രണ്ടുമാണ് അതിൽ സംഭവിക്കുന്നത്. 3, നമ്മളിനി പരസ്യത്തിന് പകരം ഒരു സ്റ്റോറിയാണ് ചെയ്തത് കരുതുക. ഇപ്പോൾ ഈ മഹാഭാരതം ഇറങ്ങുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, രാമായണമൊന്നും ബൈബിളൊന്നും അല്ല പുരാണങ്ങളൊന്നും വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എങ്ങനെ നമ്മളിലേക്ക് ഇതെത്തി? 2000 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1000 വർഷം പഴക്കമുണ്ട്, അല്ലെങ്കിൽ 500 വർഷം പഴക്കമുണ്ട്. ഈ 100 വർഷം കൂട്ടിക്കോ. ഈ 1800കളിൽ നിന്ന് ഈ കഥ എങ്ങനെയാണ് നമ്മളിലേക്ക് സഞ്ചരിച്ചെത്തിയത്? എന്തായിരിക്കും അതിൻ്റെ കാരണം? നമ്മളിപ്പോൾ ചെയ്യുന്ന പല കഥകളും 10 വർഷം കഴിയുമ്പോൾ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു സാധനം നിലനിൽക്കുന്നത് അവർ അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറി കൊണ്ടാണ്. ഒരു കഥ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കഥ എത്തിക്കോളും. അപ്പോൾ അവിടെ റീച്ച് എന്ന് പറയുന്നത് ഒരു ഘടകമല്ല. നമ്മളവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിനാണ്. ആ കോണ്ടൻറ്റ് എത്ര നല്ലതാണോ അതിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ. നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിന് റീച്ചിനുള്ള മാധ്യമങ്ങൾ മാത്രമാണ് മെറ്റയും യൂട്യൂബും ഈ പറയുന്ന സാധനങ്ങളും എല്ലാം. നല്ല കോണ്ടൻ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ലേ? ഇതുണ്ടെങ്കിൽ ഇത്തിരി എളുപ്പത്തിൽ നമുക്ക് എത്തിക്കത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇത്തിരി മെറ്റൽ സ്പെൻഡ് ചെയ്യാം. ഇതൊന്നുമില്ലാതെ നല്ല കോണ്ടൻ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മെറ്റയും യൂട്യൂബൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇതൊരു ടൂള് മാത്രമാണ്. ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് മീഡിയ എന്ന് പറയുന്ന ടൂള് മാത്രമാണ്. നല്ല കഥ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അവരുടെ വാല്യൂ നമുക്ക് എങ്ങനെ നമ്മളിലേക്ക് മെർജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് ബ്രാൻഡിങ്ങിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം. ഏറ്റവും നല്ലൊരു സാധനം ക്രിയേറ്റ് ചെയ്യുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് എങ്ങനെ നന്നായി പറയുക. ഒരു ബ്രാൻഡ് സ്റ്റോറി നല്ലത് ക്രിയേറ്റ് ചെയ്യുക, ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട നല്ല ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് കൊടുക്കുക. അവിടെ ഒന്നും കച്ചവടം നോക്കണ്ട. നമ്മൾ നല്ലൊരു സാധനമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ തേടി എന്ത് ചെയ്യും? ആൾക്കാർ വരും. ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി കഥ പറഞ്ഞതാണ്. ആ കുട്ടി നല്ല എണ്ണ ഉണ്ടാക്കുന്നൊരു വിധം യൂട്യൂബിൽ ചെയ്ത് കാണിച്ചപ്പോൾ ആ കുട്ടി എന്താ വിചാരിച്ചേ? എല്ലാ ആൾക്കാരും ഇത് നോക്കിയിട്ട് എണ്ണ ഉണ്ടാക്കുന്നു. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാ. ആൾക്കാർ ആ എണ്ണ അന്വേഷിച്ച് ഈ കുട്ടിയെ വിളിച്ചു. ഉണ്ടാക്കാനുള്ള വിധമാണ് പറഞ്ഞു കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ അതൊരു മണ്ടത്തരാണ് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് കണ്ടിട്ട് ആൾക്കാർ എന്ത് ചെയ്തു? കച്ചവടത്തിന് ഈ കുട്ടിയെ വിളിച്ചു, എനിക്ക് ഇത്ര എണ്ണ തരാമോ, എനിക്ക് ഉണ്ടാക്കാൻ വയ്യ. അപ്പം നമ്മൾ നല്ലൊരു സാധനമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ബ്രാൻഡ് ആയിക്കോളും. നമ്മൾ പറയുന്നത് നല്ല കാര്യമാണ്, നല്ല കഥയാണ്, അത് ആൾക്കാർ സ്വീകരിച്ചോളും. നമ്മൾ പറയുന്നതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, സ്വീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. സ്വീകരിക്കുന്ന സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡിങ്ങിൽ ഏറ്റവും. അത് കുറേ കാലം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന സാധനം പോകും, ഇന്ന സാധനം പോകില്ല, ഇത്രേ ഉള്ളൂ. അതാണ് ബ്രാൻഡിങ്ങിലല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ. എല്ലാവരും പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അതായത് ഒരു സംരംഭകൻ അദ്ദേഹത്തിന്റെ കഥ പറയുക, ആ കഥയിലൂടെ ഒരു ഇമോഷണൽ കണക്ട് ആ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. അപ്പൊ ഇത് എവിടെ പറയണം? ഇപ്പം ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ആരൊക്കെ കണ്ടു, എത്ര പേര് നമ്മളെ കണ്ടു എന്നുള്ളതിലല്ല. ചിലപ്പോൾ നമ്മൾ 10 ലക്ഷം പേര് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ആവശ്യമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരാൾ ചിലപ്പോൾ അതിനകത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഈ 10 ലക്ഷം എന്ന് പറയുന്ന നമ്പർ വെറും നമ്പർ മാത്രമാണ്. നമുക്ക് ചിലപ്പോൾ ഒരു 1000 റീച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ 1000-500 പേര് നമുക്ക് ആവശ്യമുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ ആവശ്യമുള്ളവരാണെങ്കിലോ, അപ്പൊ റീച്ചിനേക്കാൾ ഉപരി ഒരു ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ, ആവശ്യമുള്ളവർ കാണുക എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം എടുക്കേണ്ട തീരുമാനം എന്നെ ആരൊക്കെ കാണണ്ട എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്നെ കാണേണ്ടവർ മാത്രം കാണുക. ഇപ്പോൾ ഞങ്ങൾ സ്പാർക്കിൽ തന്നെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്ത് രാവിലെ ഉണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സങ്കടമായി. ആകെ 3000 വ്യൂസേ വന്നുള്ളൂ. ഷോ കഷ്ടമായി പോയല്ലോ, ഒത്തിരി പ്രതീക്ഷയോടെയൊക്കെ വന്നതാ. അപ്പൊ ഈ നമ്മുടെ കഥ കേട്ടപ്പോഴേ നമ്മൾ ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിപ്പിക്കും അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ ഞങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമല്ലോ, സ്റ്റോറിയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളിത് സ്റ്റാറ്റസ് ഇടും ലിങ്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര്, കേരളത്തിലെ കുറേ വലിയ സംരംഭകർ എനിക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചു, ഇദ്ദേഹത്തോടൊന്ന് കോൺടാക്ട്. ചിലർ പറഞ്ഞു ഇദ്ദേഹത്തോട് കോൺടാക്ട് ചെയ്യാൻ പറയും, ചിലർ അദ്ദേഹത്തിന് നമ്പർ മേടിച്ചു. ഇനി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് മാറി വേറെ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നു. കാരണം അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് വന്നു. അപ്പൊ ആകെ 3000 വീസേ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 100K 1 മില്യണിലോ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ ആവശ്യമില്ലാത്ത 1 മില്യൺ ആൾക്കാർ നമ്മളെ കാണുന്നത്. ഇപ്പം നമ്മുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ട സ്പെസിഫൈ ചെയ്ത ഒരാൾ കാണുക എന്നാണ്. അയാൾ കണ്ടാൽ മതി. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. ഇപ്പം ഈ ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ. പിന്നെ
ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, എപ്പോഴും നമ്മൾ സ്വപ്നം കാണേണ്ടത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ എന്നെ പ്ലേസ് ചെയ്യാൻ എവിടെ എത്തണം, എങ്ങനെ എത്തണം. ഇപ്പോൾ ഞങ്ങളെപ്പോഴും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് നമ്മൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്. ഇപ്പം സുബിനോടൊക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് പറയാറില്ലേ, സംരംഭത്തിൽ സ്റ്റോർ ചെയ്തുകൊണ്ടോ സ്പാർക്കിൽ കഥ പറഞ്ഞുകൊണ്ടോ നമ്മുടെ ഇവിടെയുള്ള ഇതുപോലത്തെ സ്ഥാപനങ്ങളിലൊന്നും കഥ പറഞ്ഞത് കൊണ്ടോ പരസ്യം ചെയ്തുകൊണ്ടല്ല നിങ്ങൾ ബ്രാൻഡ് ആവുന്നേ. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡ്രീം ചെയ്യണം, നമ്മൾ ഫോബ്സിന്റെ കവർ ആവുന്നത് ഡ്രീം ചെയ്ത് നോക്കി അല്ലേ. ഒന്ന് ആദ്യം നമ്മൾ ഫോബ്സിന്റെ 2 പേജ് സ്റ്റോറി വന്നു, എന്നിട്ട് നമ്മൾ ഫോബ്സിന്റെ കവർ ആവുക. അതൊരു വലിയ ബ്രാൻഡിങ്. ഇപ്പൊ ഫോബ്സിന് എത്ര പേര്, ഇപ്പൊ കേരളത്തിൽ എത്ര പേര് ഫോബ്സ് അറിയാം? വായിക്കുന്ന എത്ര പേരുണ്ട്? സുബൻ ഇവിടെ പോയിട്ട് ഒരു ഫോബ്സ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാഫിനോട് പറയാണ് അവിടെ പോയി മേടിക്കുന്നത് അറിയോ? പക്ഷെ അതിൽ വരിക എന്നുള്ളത് ഒരു വാല്യൂ ആണ്. അപ്പൊ റീച്ച് നോക്കിയിട്ടാണെങ്കിൽ അതൊരു വാല്യൂ ആണ്, അല്ലല്ലോ. ഇപ്പൊ എനിക്ക് കവർ വരണോ തോന്നിയിട്ടുള്ള ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയാം. മറുനാടൻ മലയാളി എന്ന് പറയുന്നത് നല്ല റീച്ചുള്ള പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു ചാനലാണ്. അതിൽ സ്റ്റോറി വരുന്നതാണോ ഫോബ്സിൽ സ്റ്റോറി വരുന്നതാണോ ഇഷ്ടം? റീച്ചല്ല കാര്യം, എവിടെ പ്ലേസ് ചെയ്യുന്നുള്ളത് മാത്രമേ. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ MBA പഠിച്ചതുകൊണ്ടോ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സുകൾ ചെയ്തുകൊണ്ടോ ഒന്നുമല്ല ഇത്. നമ്മൾ ജീവിതാനുഭവം ഉണ്ടാവും. ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം ആളുകൾ ഇത്രത്തോളം ട്രസ്റ്റഡ് ആണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു മൊമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരാളുടെ വീഡിയോ ചെയ്തു. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കണ്ടിട്ടാണ് ഞങ്ങൾ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഏറ്റവും അവസാനമാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അന്ന് എന്തോ ഒരു ട്രാവലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, കൊച്ചിയിലുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫോൺ റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ഫോൺ അറ്റ് എ ടൈം റേഞ്ച് ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് വാക്കിന് റേഞ്ചുള്ളിടത്തേക്ക് പോയി. അപ്പോൾ രാവിലെ ഒരു 6-7 മണിയാണ്. ആ സമയത്ത് ഫോൺ കണ്ടിന്യൂസ് കോളാണ്. റേഞ്ച് വന്നതും എൻ്റെ ഇവൻ്റെയും ഓഫീസ് നമ്പറും എല്ലാം. നമുക്കൊരു കുറച്ചധികം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ ബിസിനസ്സൊക്കെ സംസാരിക്കുന്ന. നമ്മൾ നമ്മുടെ കണ്ടന്റ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓർഗാനിക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ ആ 2019, 18, 16 കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകൾ നമ്മളിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടമാനം മെസ്സേജ്, നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് മനോരമ ചെയ്തിട്ടും മാതൃഭൂമി ചെയ്തിട്ടൊന്നും ഇഷ്യൂ ഉണ്ടാവാതെ ആരും ആ സ്റ്റോറി പിൻവലിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ സ്റ്റോറി പിൻവലിക്കേണ്ടി വന്നു. കാരണം നമ്മുടെ പ്ലാറ്റ്ഫോം ആളുകൾ കുറച്ചുകൂടി ഇമോഷണലി ആണ് കാണുന്നതെന്നും നമ്മുടെ പ്ലാറ്റ്ഫോമിന് കുറച്ചുകൂടെ ട്രസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അന്ന് തിരിച്ചറിയുന്നത്. അന്ന് മുതൽ ഞങ്ങൾ സ്പാർക്കിൽ കഥ പറയാൻ വരുന്ന ഒരാൾ, അല്ലെങ്കിൽ സംരംഭത്തിൽ നമ്മൾ അറിയാത്ത ഒരാൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് സ്റ്റോറി ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ മാക്സിമം അവരെ കുറിച്ച് എല്ലാ രീതിയിലും അന്വേഷിക്കുന്നു. പക്ഷെ പിന്നെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു അഡീഷണൽ വെക്കുന്ന വേറൊന്നുമല്ല. നമ്മൾ ചെയ്തതെല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന സാധനം ഭയങ്കര പാടാണ്. ഇപ്പം നമുക്കും ഒരുപാട് വലിയ എമൗണ്ടുകളുടെ ഓഫറുകൾ വരും. പക്ഷെ ആ വ്യക്തിയായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ. അപ്പൊ മണ്ടത്തരമാണെന്നൊക്കെ ഞങ്ങളോട് എല്ലാവരും പറയും. ഒരുപാട് ബ്രാൻഡ് ഒഴിവാക്കിയിട്ടുണ്ട്, ഒരുപാട് ബ്രാൻഡ്. അതൊരു മണ്ടത്തരമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം അവിടെ ഞങ്ങൾ ഫിനാൻഷ്യലി ചിലപ്പോൾ ആൾക്കാർ പുതിയ കഥ കിട്ടി കഴിയുമ്പോൾ അത് മറക്കുന്നേ. നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ വളരെ വലുതാണ്. ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. അതൊരു രംഗവും എന്നെയും വിചാരിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായിരിക്കുന്നതൊന്നും അല്ല നമ്മുടെ പ്ലാറ്റ്ഫോമുകളുടെ ട്രസ്റ്റ്. നമ്മളെ വിശ്വസിക്കാൻ മറ്റുള്ളവർ തയ്യാറായേക്കുന്നത് കൊണ്ട്. അവർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാവില്ല. ഇപ്പം നമ്മളിപ്പോൾ ആളുകൾ വാല്യൂ കാണുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ട്രസ്റ്റ് കൊണ്ടാണ്. എന്നെ രംഗൂനെയും അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരെ ആരെയും ചിലപ്പോൾ ഈ ട്രസ്റ്റ് ചെയ്യുന്നവർ കാണുന്നുണ്ടാവില്ല. ഇപ്പം ഈ ഒരു വീഡിയോ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇപ്പം ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരുടെ പുറകിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടുപേർക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു. ഞങ്ങൾ സ്പാർക്കിന്റെ 3ാം വാർഷികത്തിന് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇതിന്റെ പുറകിൽ ഇങ്ങനെ രണ്ടുപേരും കൂടി ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അന്നയിലും ഡെങ്കുവിലും കാണുന്ന വിശ്വാസം കൊണ്ടല്ല, പക്ഷെ ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ഞങ്ങളുടെ കുഞ്ഞിനെ പോലെ വെച്ചിരിക്കുന്ന ആ ഒരു പേര്, എൻ്റെ സംരംഭം അല്ലെങ്കിൽ സ്പാർക്ക് എന്ന് പറഞ്ഞ പേരിന് ഞങ്ങൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇപ്പം ഇതുപോലെ വാല്യൂ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഒരു ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഓൺട്രപ്രണർ എപ്പോഴും ഡ്രീം ചെയ്യണം. ചെറുതിൽ നിന്ന് തന്നെ വലിയതിലേക്ക് ഫോബ്സിലേക്ക് എത്താനും അവിടെ നിന്ന് വലിയ വലിയ പ്രസ്ഥാനങ്ങളിലേക്ക് അവരുടെ സ്റ്റോറി വരാനും ലോകം മുഴുവൻ അവരുടെ മാതൃകയൊക്കെ ആക്കി കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു പ്ലാൻ ഉണ്ടാക്കണം, ഒരു കലണ്ടർ ഉണ്ടാക്കണം.
ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പല സംരംഭകരും വിളിക്കുമ്പോൾ അവരുടെ വിഷൻ ബോർഡിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണിച്ചു തരാറുണ്ട്. ചിലർ അയച്ചു തരാറുണ്ട്. ചിലർ മറ്റേ നമ്മുടെ വീഡിയോയുടെ കീഴെയും പോസ്റ്റിന്റെ കീഴെയും ഒരിക്കൽ ഞങ്ങൾ വരും. അപ്പൊ ഞാനിത് വായിക്കാത്തതുകൊണ്ട് ഞാൻ എന്റെ അപ്പൊ തിരിച്ച് ഞാനിതുപോലെ എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ കൊടുക്കട്ടെ. സ്റ്റാഫ് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കും. വി ആർ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്പാർക്ക് ഒക്കെ ഇട്ടൊരു കമന്റ് ഒക്കെ കൊടുക്കും. അത് അവന് കിട്ടുന്നൊരു മോട്ടിവേഷനാണ്. നീ കണ്ടിട്ടില്ലല്ലോ. അറിയാൻ പറ്റുമോ? അല്ല അത് അവർക്ക് കിട്ടുന്നത് ചിലപ്പോ ഇപ്പൊ ഞാൻ വേറെ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു റിപ്ലൈ ആയിരിക്കും, ഒരു കമന്റ് ആയിരിക്കും. അവൻ ചിന്തിക്കുന്ന വേറെ ആൾക്കാരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പലരുടെയും സ്പാർക്കിൽ വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഞാനിവിടെ വരും. അതെ. അപ്പൊ ഇതേ ഒരു സാധനത്തെ അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രസ്റ്റാ. ഇപ്പൊ സുബിന് ഞങ്ങളെ അറിയാവുന്നത് കൊണ്ടല്ലല്ലോ, ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ അവിടെ സുബിന് എന്തായിരുന്നു ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു എൻ്റെ ഒരു ഡ്രീമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷൻ ബോർഡിൽ എൻ്റെ ആദ്യത്തെ സാധനം ഇങ്ങനെ വരണം, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എങ്ങനെയൊക്കെ അത് പ്രസന്റ് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം ഇതൊരു ട്രസ്റ്റാണ്. അപ്പൊ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യരുത് എന്നുള്ളതാണ്. ഏറ്റവും ഏത് സമയത്ത് ചെയ്യണം, ഇപ്പോൾ ഒരു ഹോർഡിങ് ചെയ്യണം, ഏത് സമയത്ത് ചൂസ് ചെയ്യണം, എത്ര ടേൺ ഓവർ ആകുമ്പോൾ ചെയ്യണം, എത്ര രൂപത്തേക്ക് മാറ്റാൻ പറ്റണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതിന്റെ ബഡ്ജറ്റ്, ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ചില കമ്പനികൾക്ക് 5% മാർക്കറ്റിംഗ് ബഡ്ജറ്റ് സുബിൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് രംഗു അന്നയും കൊടുക്കുന്ന ബ്രാൻഡിംഗ് കൺസൾട്ടൻസി ജോയിൻ ചെയ്യാം. അല്ല, 5% ആയിരിക്കും ചില ബ്രാൻഡിന്. ചില ബ്രാൻഡിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ പെടുന്നതായിരിക്കും മാർക്കറ്റിംഗ് കോസ്റ്റ്. ചില ബ്രാൻഡിന് അങ്ങനെയും വരാം. അപ്പോൾ കുറേ ഘട്ടങ്ങളിലൂടെ ഒരു ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം, ബ്രാൻഡ് ഇൻഫർമേഷൻ വീഡിയോസ് വേണം, ബ്രാൻഡ് ക്രിയേറ്റീവ്സ് വേണം, ഹോർഡിങ്ങുകൾ വേണം. ചിലർക്ക് ബ്രാൻഡ് അംബാസഡർ ആവശ്യമുണ്ട്, ചിലർക്ക് അത് ആവശ്യം ഉണ്ടാവില്ല. ചിലർ CSRനെ ആയിരിക്കാം ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ചിലർക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നത് ബ്രാൻഡിങ്ങിന് ഗുണമുണ്ടാവും, ചിലർ അംഗീകാരങ്ങൾ കൊടുക്കുന്നത് ബ്രാൻഡിങ്ങിന് ഗുണം ചെയ്യും. അപ്പം ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഒരു ബ്രാൻഡ് ഒരു ഫണലിലൂടെ കടന്നു പോയിട്ടൊരു ഫൈൻ പ്രൊഡക്റ്റായിട്ട് വരിക എന്നുള്ളതാണ് ബ്രാൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയ കാര്യം. അവിടെ എല്ലാവരും ഇപ്പോൾ കാണുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്ററും മാത്രമാണ്. അതല്ല ബ്രാൻഡിങ്. ആക്ച്വലി ഒരു ബ്രാൻഡ്, ഞാനും സുബിനും ഇവിടെ ഞാനിവിടെ ഇല്ല, ആ സമയത്ത് സുബിനും അദ്ദേഹവും കൂടെ പറയുകയാണ് സംരംഭം നല്ലതാണെന്ന് പറഞ്ഞാൽ സംരംഭം നല്ലതാണ്, സംരംഭം മോശമാണെന്ന് പറഞ്ഞാൽ സംരംഭം മോശമാണ്. നമ്മളുടെ ആബ്സെൻസിൽ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു ബ്രാൻഡിൻ്റെ വിജയവും ഒരു ബ്രാൻഡിങ്ങിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ബ്രാൻഡ് പകുതി പണി ചെയ്യണം, നമ്മൾ പകുതി പണി ചെയ്യണം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ വളർത്തുക എന്ന് പറയുന്ന ഒരു സാധനം, നമ്മുടെ ആബ്സെൻസിൽ ബ്രാൻഡ് നല്ല പേരുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിനെത്ര ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിലെല്ലാം കടന്നു പോയിട്ട് ശുദ്ധിയായിട്ട് വരുന്നതാണ് ഒരു നല്ല ബ്രാൻഡ്. അത് അത്ര എളുപ്പമല്ല, പറയുമ്പോൾ ഭയങ്കര എളുപ്പത്തിൽ തോന്നുമെങ്കിലും അങ്ങനെ ആയി എടുക്കുക എന്ന് പറയുന്ന വർഷങ്ങളുടെ പരിശ്രമമാണ്. ഇപ്പം കുറച്ച് ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് AI കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക, നല്ല കണ്ടന്റുകൾ കൊടുക്കുക, അല്ലേ? അത്രേ അതിനെക്കുറിച്ച് പറയാൻ. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടെ, നമ്മുടെ ഇറങ്ങാത്ത ഇന്റർവ്യൂ പോട്ടെ, അതല്ലാതെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. രാവിലെ എഴുതിട്ട് സാരിയെ ഒട്ടിച്ചുണ്ടാക്കിയിട്ട് രംഗ പിന്നെ എപ്പോഴും ഈ അറ്റയർ ആയത് കാരണം കുഴപ്പമില്ല, എപ്പോഴും കാണാറുണ്ടല്ലോ. അല്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ എന്താ പറയണേ, കുറെ കഥ പറയുക, കുറെ ചിരിക്കുക, കുറെ സംസാരിക്കുക. ഇത് നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മളിപ്പോ ചായ കുടിക്കാൻ വേണ്ടി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഔട്ട് വരുമ്പോ കാണാം. വെള്ളി വരുന്ന ഭാഗങ്ങളൊക്കെ പ്രത്യേകം കട്ട് ചെയ്യാൻ മറക്കണ്ട. അതില്ല, ഒരു കട്ടില്ല, റോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇവിടെ സമയമില്ലാത്തോണ്ട് അടിയിപ്പോ കാണാമായിരുന്നു. സെപ്പറേറ്റ് പോഡ്കാസ്റ്റ് ചെയ്യാം. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും മില്യൺ വ്യൂസും ഉള്ള സുബിന്റെ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.